ഒന്നാമത്തെ ഘട്ടത്തിൽ ബൗദ്ധമായ സൂചനകളോടെയും നാരായണ ഗുരുവിൽ ആധുനികമായ ഒരു നൈതിക ഭാവം എന്ന രൂപത്തിലും തെളിഞ്ഞു വന്ന സനാതനമെന്ന സങ്കല്പമേ അല്ല വാസ്തവത്തിൽ വൈദിക ബ്രാഹ്മണ സാഹിത്യം ഉയർത്തിക്കൊണ്ടുവന്നത്. അത് ജാതിബന്ധങ്ങളുടെയും വർണ്ണവ്യവസ്ഥയുടെയും ഒരു അവതരണ രൂപമായിരുന്നു. അതാണ് സഹസ്രാബ്ദങ്ങളായി ഇന്ത്യയിൽ ഹിന്ദു മതത്തിന്റെ ആധാര തത്വമായി തീർന്നത്. അതുകൊണ്ടാണ് ജാതിബന്ധങ്ങളില്ലാത്ത ഒരു ഹിന്ദു മതം എന്ന് പറയുന്നത് മിക്കവാറും ഉപ്പില്ലാത്ത കടൽ വെള്ളത്തെ കുറിച്ച് സങ്കല്പിക്കുന്നത് പോലെ ആകും എന്ന് സഹോദരൻ അയ്യപ്പൻ ഒരിക്കൽ പറയുകയും ചെയ്തത്. ഞാനിത് പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ പറയുന്നത് നമ്മളൊരു വാക്കിനെ ഏകമുഖമായി അനങ്ങാതെ നിൽക്കുന്ന ഒന്നായിട്ട് തെറ്റിദ്ധരിക്കരുത്. വാക്കൊന്നായിരിക്കും, ചരിത്രത്തിൽ അത് ഭിന്നാർത്ഥങ്ങൾ കൈവരിക്കും. ആ ഭിന്നാർത്ഥങ്ങളിലൂടെ വാക്കിലേക്ക് നോക്കിയാലേ വാസ്തവത്തിൽ അതിൻ്റെ യഥാർത്ഥ പ്രകൃതം മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാക്കുകൊണ്ട് തന്നെ ഇതിനെ മറച്ചു പിടിക്കാം. നാരായണ ഗുരു സനാതന ധർമ്മം എന്ന് പറഞ്ഞല്ലോ എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഗുരു 1977 അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തലേ വർഷം പള്ളാത്തുരുത്തി സമ്മേളനത്തിന് നൽകുന്ന സന്ദേശത്തിൽ ഇത് പറയുന്നുണ്ട്. പക്ഷെ ആ പറച്ചിലിന്റെ പിന്നാലെ അദ്ദേഹം പറയുന്നുണ്ട്, ഒരു ജാതി ആർക്കെങ്കിലും മതം മാറണമെന്നുണ്ടെങ്കിൽ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം എന്ന് പറയുന്ന സനാതന ധർമ്മത്തിലേക്ക് മതം മാറാവുന്നതാണ് എന്നാണ് ഗുരു നിർദ്ദേശിക്കുന്ന ഒരു കാര്യം. അതായത് ഈ ഹിന്ദുമതത്തിന്റെ ഏകത, അദ്വൈത വേദാന്തം മുമ്പോട്ട് വയ്ക്കുന്ന ഏകം എന്ന സങ്കല്പം, ക്രിസ്തു മതത്തിന്റെ സ്നേഹം എന്ന സങ്കല്പം, ഇസ്ലാമിന്റെ സാഹോദര്യം എന്ന സങ്കല്പം, ബുദ്ധമതത്തിന്റെ കരുണ എന്ന സങ്കല്പം, ഇങ്ങനെയുള്ള മൂല്യങ്ങളെയാണ് വാസ്തവത്തിൽ ഗുരു നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ സനാതനങ്ങളായ തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് മനുസ്മൃതിയോ മഹാഭാരതമോ അല്ലെങ്കിൽ ആപത്സമ്പത് സൂത്രമോ പോലുള്ള കൃതികളും മുമ്പോട്ട് വച്ചതും ഇന്ത്യയിലുടനീളം ഹിന്ദുമതത്തിന്റെ ആചാര വ്യവസ്ഥയായി നിലനിന്നതുമായ സനാതന ധർമ്മം അല്ല എന്ന കാര്യം നമ്മൾ കാണേണ്ടത്. ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കാം. സമയപരിമിതി ഉള്ളതുകൊണ്ട് വളരെ വിപുലമായി കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എങ്ങനെയാണ് ഈ പദം 19ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആധുനിക സംവാദങ്ങളിലേക്ക് കയറി വന്നത് എന്നത് കൂടി ആലോചിക്കണം. ആധുനിക സംവാദങ്ങളിൽ 19ാം നൂറ്റാണ്ടോടെയാണ് ഈ സനാതന ധർമ്മം എന്ന വാക്ക് ഹിന്ദുമതം എന്ന വാക്കിന് പകരമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുന്നത്. 1873 നിലവിൽ വന്ന ഒരു സഭയുടെ പേര് തന്നെ സനാതന ധർമ്മ സംരക്ഷണ സഭ എന്നാണ്. 19ാം നൂറ്റാണ്ടിലെ ഇന്ത്യയിൽ 2 തരത്തിലുള്ള സവിശേഷമായ സമ്മർദ്ദങ്ങൾ ഹിന്ദുമതം നേരിടുന്നുണ്ട്. ഒന്ന്, അതിനകത്ത് പരിഷ്കരണപരമായ ശ്രമങ്ങളുമായി രാജാ റാംമോഹനെ പോലെയും ഈശ്വരചന്ദ്ര വിദ്യാസാഗർ പോലെയുമുള്ള ആളുകൾ വരികയും മനുസ്മൃതിയും മറ്റും മുമ്പോട്ട് വയ്ക്കുന്ന പ്രമാണങ്ങളെ വലിയ തോതിൽ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ നവീകരണ ധാര ഹിന്ദുമതത്തിനകത്ത് ഉയർന്നു വരികയും ചെയ്തു. ചിലരൊക്കെ അത് മാർട്ടിൻ ലൂതറുടെ നേതൃത്വത്തിൽ ക്രിസ്തു മതത്തിനകത്ത് വന്ന പ്രൊട്ടസ്റ്റന്റ് പ്രസ്ഥാനത്തെ സൂചിപ്പിക്കുന്നത് പോലെ ഏതാണ്ട് അത്തരത്തിലുള്ള റിഫോമിസ്റ്റ് മൂവ്മെന്റ് ആയിട്ട് ഇത് മാറിത്തീർന്നു എന്ന് ചിലരെങ്കിലുമൊക്കെ കരുതുന്നുണ്ട്. അത് പല രൂപത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. ഇത് ഈ പരിഷ്കരണപരമായ മലയങ്കാതിരത്തിലേനെ പോലെ ഒരാൾക്ക് ഈ പരിഷ്കരണമൊക്കെ അങ്ങേയറ്റം അസ്വീകാര്യമായിരുന്നു. ബാലികാവിവാഹം നിരോധിക്കണമെന്ന ആശയത്തോട് അദ്ദേഹത്തിന് എതിർപ്പുണ്ടായിരുന്നു. വിവാഹത്തിന് വേണ്ടിയുള്ള വാദങ്ങൾക്കൂടെ അദ്ദേഹത്തിനായിരുന്നു. ഐത്താചരണം അവസാനിപ്പിക്കണം എന്നതിനോട് അദ്ദേഹത്തിനായിരുന്നു. ഇതൊന്നും ദേശീയ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊക്കെ പിന്നീട് പരിഹരിക്കാവുന്ന കാര്യങ്ങളാണ്. വേണ്ടത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് എന്ന നിലയിലുള്ള യാഥാസ്ഥിതികമായ ഒരു മൂല്യവിചാരത്തിനുള്ളിലാണ് തിലകനടക്കമുള്ള ആളുകൾ 19ാം നൂറ്റാണ്ട് അവസാനം 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ നിലനിൽക്കുന്നത്. എന്നാൽ ഇതിനെതിരായി പാശ്ചാത്യ വിദ്യാഭ്യാസം നേടിക്കൊണ്ട് ആധുനികമായ മൂല്യവ്യവസ്ഥകൾക്ക് ഇണങ്ങുന്ന മട്ടിൽ മതത്തെ പരിഷ്കരിക്കണമെന്ന് കരുതുന്ന, സതി നിരോധിക്കാൻ പ്രേരണയായി തീർന്ന റാംമോഹനെ പോലെയും വിധവാവിവാഹത്തിന് വേണ്ടിയുള്ള നിരന്തരമായ വാദഗതികൾ ഉയർത്തിക്കൊണ്ടിരുന്ന ഈശ്വരചന്ദ്രനെ പോലെയുമുള്ള പരിഷ്കർത്താക്കൾ ഇതിനകത്ത് വലിയ ഒരു സമ്മർദ്ദം 19ാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലൊക്കെ ഉയർത്തിക്കൊണ്ടുവന്നു. ഈ ഒരു കോൺഫ്ലിക്റ്റിന്റെ സന്ദർഭം ഒരു ഭാഗത്ത്, മറ്റൊരു ഭാഗത്ത് മിഷണറിമാരും ക്രിസ്തുമത പ്രചാരകരും ഉയർത്തിക്കൊണ്ടുവന്ന ഹിന്ദുമതത്തിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വലിയ വിമർശനങ്ങൾ രണ്ടാമതൊരു ഭാഗത്ത്. ഈ 2 വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിലാണ് വാസ്തവത്തിൽ പരിഷ്കരണപരമായ സമ്മർദ്ദങ്ങൾക്കെതിരെ
മതത്തിന്റെ യാഥാസ്ഥിതിക മൂല്യങ്ങളെ സംരക്ഷിക്കുന്ന ഒരു അതിനുവേണ്ടി നിലകൊള്ളുന്ന ഒരു വിഭാഗം എന്ന നിലയിലാണ് സനാതനികൾ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന യാഥാസ്ഥിതിക മതവിശ്വാസത്തിന്റെ ഒരു ധാര 19-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ സാമൂഹ്യ മതസംവാദങ്ങളിൽ പ്രബലമാകുന്നത്. സനാതന ധർമ്മ ആൻഡ് അഡ്വാൻസ്ഡ് ടെക്സ്റ്റ് ഓഫ് ഹിന്ദു റിലീജിയൻ ആൻഡ് എത്തിക്സ് എന്ന പേരിലുള്ള കൃതികളൊക്കെ 19-ാം നൂറ്റാണ്ട് അവസാനവും 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇത് വേറൊരു കാര്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അത് ഈ ഹിന്ദു എന്ന വാക്കിനെ കുറിച്ചുള്ള ഒരു പ്രശ്നമാണ്. പൊതുവിൽ പ്രാചീന പേർഷ്യൻ ഭാഷയിൽ രൂപപ്പെട്ട ഒരു വാക്കായതുകൊണ്ട് അങ്ങനെ ഒരു മതത്തെ വിശേഷിപ്പിക്കുന്ന ഒരു പദം ആ പ്രദേശത്ത് രൂപപ്പെടുന്നതിന് പകരം മറ്റൊരു പ്രദേശത്ത് രൂപപ്പെട്ട എൻഡോണിയം എക്സോണിയം എന്ന് പറയും. തദ്ദേശീയമായി രൂപപ്പെട്ട ഒരു വാക്കിന് പകരം ഈ ദേശത്തിന് പുറത്ത് മറ്റൊരിടത്ത് രൂപപ്പെട്ട ഒരു വൈദേശിക പദം കൊണ്ട് തങ്ങളെ തന്നെ വിശേഷിപ്പിക്കുന്നതിലെ അയുക്തിയെ തിരിച്ചറിഞ്ഞ് ആ പ്രശ്നം പരിഹരിക്കുക എന്ന ലക്ഷ്യം കൂടി ഹിന്ദു എന്ന പദത്തിന് പകരം സനാതനധർമ്മം എന്ന പദം ഉപയോഗിക്കുന്നതിന് പിന്നിലെ പ്രേരണയായി. ഇങ്ങനെ 3 ആഭ്യന്തര സമ്മർദ്ദങ്ങൾ 19-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വന്നപ്പോൾ, ഒന്ന് മതത്തിനകമേ ഉയർന്നു വന്ന പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ യാഥാസ്ഥിതികമായ പരമ്പരാഗതമായ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ഒരു വാദമായി ഇത് മാറിത്തീരുന്നു എന്ന് പറയാം. അതോടൊപ്പം ക്രിസ്തു മതത്തിന്റെയും ബ്രിട്ടീഷ് പരിഷ്കരണത്തിന്റെയും ഒക്കെ സമ്മർദ്ദങ്ങൾക്കെതിരെയുള്ള ശാശ്വതമായ ഒരു മൂല്യവ്യവസ്ഥ എന്ന നിലയിൽ മതമൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു ശ്രമം രണ്ടാമത്തെ ഒരു സ്രോതസ്സായി തീരുന്നു. മൂന്നാമത്തേത് ഞാൻ പറഞ്ഞതുപോലെ വൈദേശികമെന്ന് കരുതപ്പെടുന്ന വൈദേശികമായ ഒരു പദം കൊണ്ട് മതത്തെ സൂചിപ്പിക്കുന്നതിന് പകരം തദ്ദേശീയമായ ഒരു ധാർമ്മിക വ്യവസ്ഥയുടെ പേരുപയോഗിച്ച് ഇതിനെ വിശേഷിപ്പിക്കാം എന്ന നില വരുന്നു. ഇങ്ങനെ 19-ാം നൂറ്റാണ്ടിൽ ഈ പദത്തിന് വലിയ വ്യാപകത്വം കൈവരുന്നത് ഈ പറയുന്ന പുതിയൊരു രാഷ്ട്രീയ സന്ദർഭവുമായി ബന്ധപ്പെടുത്തിയാണ്. ലളിതമായി പറഞ്ഞാൽ സനാതനം എന്ന വാക്ക് 19-ാം നൂറ്റാണ്ടിലെ വ്യവഹാരത്തിൽ എറ്റേണൽ എന്ന അർത്ഥത്തിൽ നിന്ന് മാറി നിത്യം ശാശ്വതം എന്ന അർത്ഥത്തിൽ നിന്ന് മാറി ട്രഡീഷണൽ പരമ്പരാഗതമായത് എന്ന അർത്ഥത്തിലേക്ക് എത്തുന്നു. പാരമ്പര്യ മതത്തിന്റെ പേരാണ് സനാതനം, അല്ലാതെ നിത്യമായ മതമൂല്യങ്ങളുടെ പേരല്ല എന്ന നിലയിലേക്ക് ഇതിന് ഷിഫ്റ്റ് വന്ന കാര്യം ഇതേക്കുറിച്ച് പഠിച്ച വലിയ പണ്ഡിതയായിട്ടുള്ള രാജലക്ഷ്മിയെ പോലുള്ള ആളുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം സൂക്ഷിച്ചു നോക്കിയാല് ഈ വൈദിക സാഹിത്യത്തിലെ സനാതനം പോലും അല്ല വാസ്തവത്തില് ഈ പറയുന്ന ആധുനിക ഘട്ടത്തിൽ എത്തുമ്പോൾ പരിഷ്കരണപരമായ ശ്രമങ്ങളെ ചെറുക്കുന്നതിനുള്ള ഒരു ഉപാധിയായി സനാതനം എന്ന വാക്കിനെ അതിന്റെ വൈദികമായ ശാശ്വതത്വം എന്നതിനപ്പുറം പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളുടെയും പാരമ്പര്യ മൂല്യങ്ങളുടെയും സംരക്ഷണം എന്ന നിലയിലേക്ക് രൂപാന്തരപ്പെടുത്തിക്കൊണ്ടാണ് 19-ാം നൂറ്റാണ്ടിലെ വ്യവഹാരങ്ങളിൽ സനാതനധർമ്മം എന്ന വാക്ക് പേരുപിടിക്കുന്നതും പ്രചരിക്കുന്നതും. ഞാൻ പറഞ്ഞത് ഇങ്ങനെ 3-4 ആശയ വ്യവസ്ഥകൾ ഈ വാക്കിനെ ചുറ്റിപ്പറ്റിയുണ്ട്. അതിൽ നമ്മുടെ ചരിത്രത്തിൽ ജീവിച്ചത് ഏതാണ് എന്ന് ചോദിച്ചാൽ സംശയരഹിതമായും ആ സനാതനധർമ്മം എന്നത് ജാതിവർണ്ണ ധർമ്മമായിട്ടാണ് നിലനിന്നത്. ആ ജാതിവർണ്ണ ധർമ്മത്തിന്റെ സമ്പൂർണ്ണ നിരാകരണം എന്ന നിലയിലാണ് നാരായണ ഗുരു അദ്ദേഹത്തിന്റെ ജീവിത ദർശനത്തെ മുമ്പോട്ട് കൊണ്ടുപോയത്. ഇപ്പോ വളരെ ലഘുവായ കാര്യമാണ്. സനാതനധർമ്മത്തിന്റെ തത്വവും ഗുരു മുമ്പോട്ട് വയ്ക്കുന്ന പല മത സാരവും ഏകം എന്ന ആശയവും തമ്മിൽ എവിടെയും നിങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. പല മതസാരവും ഏകം, ഏതെങ്കിലും ഒരു മതം. ഇപ്പോൾ 1916 ഇവിടെ തന്നെ പട്ടത്താനത്ത് നടത്തിയ അച്യുതൻ മേസരിയുടെ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിലാണല്ലോ ഗുരു പറയുന്നത്, ഇപ്പൊ നടപ്പിലിരിക്കുന്ന ഏതെങ്കിലും ഒരു മതവുമായി നമുക്ക് പ്രത്യേകിച്ച് ഒരു സംബന്ധവും ഇല്ല, എല്ലാ മതങ്ങളും നമുക്ക് സമ്മതമാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹം പറയുന്നത്, നാം ഹിന്ദു ദേവാലയങ്ങളിൽ പ്രതിഷ്ഠ നടത്തിയത് ഹിന്ദുക്കളിൽ ചിലർ നമ്മളോട് ആവശ്യപ്പെട്ടത് കൊണ്ടാണ്. മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ ആവശ്യപ്പെട്ടാലും അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കാൻ നമുക്ക് സമ്മതമാണ്.
ഏതെങ്കിലും ഒരു മതം തെറ്റാണെന്ന് ഗുരു പറയുന്നില്ല, പക്ഷെ ഏതെങ്കിലും ഒരു മതമാണ് ശരിയെന്നും ഗുരു പറയുന്നില്ല. ഗുരുവിനെ സംബന്ധിച്ച് സനാതനം എന്നത് മതങ്ങൾക്കകത്ത് നിലനിൽക്കാൻ യോഗ്യമായ ഒരേ ഒരു ഘടകത്തിന്റെ പേരാണ്. അത് അതിൻ്റെ ധാർമ്മികമായ മൂല്യവ്യവസ്ഥയാണ്. സ്നേഹവും കരുണയും സാഹോദര്യവും ഏകഭാവവും പോലെ മതത്തിൽ നിലീനമായിരിക്കുന്നു എന്ന് ഗുരു കരുതിയ അതിൻ്റെ നൈതികാനുഭവത്തെയാണ് അദ്ദേഹം സനാതനം എന്ന് പറഞ്ഞത്. അത് മധ്യകാലത്ത് അല്ലെങ്കിൽ പ്രാചീന വൈദിക സാഹിത്യം മുതൽ ഇങ്ങോട്ട് വേരുപിടിച്ച് വളർന്ന ജാതിവർണ്ണ ധർമ്മത്തിന്റെ തുടർച്ചയല്ല, അതിൻ്റെ വിപരീതമാണ്. അതുപോലെ തന്നെ ധർമ്മോ സനാതന എന്ന ബൗദ്ധ പാരമ്പര്യം മുമ്പോട്ട് വയ്ക്കുന്ന ആശയം ബ്രാഹ്മണ സാഹിത്യത്തിലും ബ്രാഹ്മണ്യത്തിന്റെ ആശയാവലികളിലും പ്രബലമായ ജാതിവർണ്ണധർമ്മമല്ല, സംശയരഹിതമായും അത് ബുദ്ധൻ മുമ്പോട്ട് വെച്ച മനുഷ്യാവസ്ഥയുടെ പരമമായ മോചനത്തിന് പര്യാപ്തമായ അടിസ്ഥാന മൂല്യങ്ങൾ എന്ന നിലയ്ക്ക് മൈത്രിയും കരുണയും ഉദിതവും ഉപേക്ഷയും പോലുള്ള വലിയ നൈതിക മൂല്യങ്ങളെയാണ്, ധാർമ്മിക അടിസ്ഥാനങ്ങളെയാണ് ബുദ്ധൻ മുമ്പോട്ട് വയ്ക്കുന്നത്. അപ്പൊ ഈ ബുദ്ധ പാരമ്പര്യത്തിലേക്കോ ഗുരുവിലേക്കോ സനാതനധർമ്മം എന്ന വാക്കിനെ വലിച്ചു നീട്ടിക്കൊണ്ട് ഇത് ഒരു ശാശ്വതമായ പ്രമാണമാണ് എന്ന് നമുക്ക് വാദിക്കുമ്പോൾ വാസ്തവത്തിൽ ഒരു വാക്കിന്റെ മതപറ്റിയുള്ള കളിയായിട്ട് അത് മാറിത്തീരും. അതിൻ്റെ ഉള്ളടക്കം തീർത്തും വ്യത്യസ്തമാണ്. ഇതിൽ നിന്നും ഭിന്നമാണ് ഞാൻ നേരത്തെ പറഞ്ഞ 19-ാം നൂറ്റാണ്ടിലെ നമ്മുടെ സനാതനധർമ്മ വിചാരത്തിന്റെ സന്ദർഭം. അത് ബ്രിട്ടീഷ് കൊളോണിയലിസം ഉണ്ടാക്കിയ വെല്ലുവിളി ഒരു ഭാഗത്ത്, ആധുനിക വിദ്യാഭ്യാസം നേടി ആധുനികമായ മൂല്യങ്ങളിലേക്ക് മതത്തെ പരിവർത്തനപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളോടുള്ള വിമർശനം. മറ്റൊരു ഭാഗത്ത് തദ്ദേശീയമായ ഒരു പദം കണ്ടെത്തി ഏകമായ ഒരു ഹിന്ദുത്വത്തെ സ്ഥാപിച്ചെടുക്കുക, ഹിന്ദുമതത്തിനകത്തുള്ള ഭിന്ന ഭിന്നങ്ങളായ ഊന്നലുകളെ, ജാതിയുടെ, പ്രദേശത്തിന്റെ, സെക്റ്റുകളുടെ ഒക്കെ പല തലങ്ങൾ നിലനിന്ന് ഹിന്ദുമതത്തിനകമേയുള്ള തമ്മിൽ പോരടിക്കുന്ന നാനാവിഭാഗങ്ങളെ മറികടന്ന് ഏകമാനമായ ഒരു സ്വത്വം ഹിന്ദുമതത്തിന് സമ്മാനിക്കുക എന്ന അർത്ഥത്തിലും ഈ സനാതനം എന്ന വാക്ക് 19-ാം നൂറ്റാണ്ടിൽ ഉയർന്നു വരുന്നുണ്ട്. വാസ്തവത്തിൽ ഈ പരിഷ്കരണത്തെ വലിയ തോതിൽ എതിർക്കുന്ന ഒരു അതിയാഥാസ്ഥിതിക ധാര 19-ാം നൂറ്റാണ്ട് പകുതിയിൽ ശക്തമായി വരുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ പരിഷ്കരണവാദികൾക്കാണ് മതത്തിനകത്ത് മേൽക്കൈ ഉണ്ടായിരുന്നതെങ്കിൽ രണ്ടാം പകുതിയാവുമ്പോഴേക്കും മഹാരാഷ്ട്രയിലെ ചിത്പാവൻ ബ്രാഹ്മണ പാരമ്പര്യത്തിൽ നിന്ന് ഉയർന്നു വന്ന ഈ യാഥാസ്ഥിതികത്വം വലിയ തോതിൽ മേൽക്കൈ നേടാൻ തുടങ്ങുകയും ദേശീയ പ്രസ്ഥാനത്തിന്റെ തന്നെ മുൻനിരയിലേക്ക് ഇത്തരം യാഥാസ്ഥിതിക മൂല്യങ്ങൾ ഉയർന്നു വരികയും ചെയ്തു. ഇപ്പോ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി വിവാഹിതയാകുന്നതിലാണോ നിങ്ങളുടെ ദൈവത്തിന്റെ വിജയം കുടികൊള്ളുന്നത് എന്ന് വിവേകാനന്ദൻ ക്ഷോഭത്തോടെ ചോദിക്കുന്നത് ഈ യാഥാസ്ഥിതിക പാരമ്പര്യം ഈ ബാല്യകാല വിവാഹത്തിന് വേണ്ടി നടത്തിയ വാദങ്ങളെ മുൻനിർത്തിയാണ്. ഒരർത്ഥത്തിൽ തിലകനോട് കൂടിയുള്ള വിമർശനമാണ് അത്. അങ്ങനെ വളരെ പ്രബലമായ ഒരു യാഥാസ്ഥിതികത്വത്തിന്റെ ധാരയ്ക്ക്, ആ ധാരയുടെ ഒരു മറകൂടിയായിട്ടാണ് സനാതനം എന്ന വാക്ക് നമ്മുടെ ആധുനികമായ രാഷ്ട്രീയ സംവാദങ്ങളിൽ ഉയർന്നു വന്നത്. ഈ വ്യത്യസ്ത പടവുകൾ എടുത്താൽ എന്താണ് വാസ്തവത്തിൽ നമ്മുടെ സനാതനധർമ്മം എന്ന ചോദ്യത്തിലേക്ക് വന്നാൽ, ഇന്ത്യയിൽ സനാതനധർമ്മമായി നിലനിന്നത് സംശയരഹിതമായിട്ടും ജാതിവർണ്ണ ബന്ധങ്ങളുടെ മൂല്യവ്യവസ്ഥയായിരുന്നു എന്ന് കാണാൻ പറ്റും. അതാകട്ടെ മനുഷ്യനെ അടിസ്ഥാനപരമായ ഒരു സമഭാവനയോടെ കാണാത്തതോ, ചണ്ടാളനെ സഞ്ചരിക്കുന്ന ചുടലയായി കാണുന്നതും മനുഷ്യരെ പല കോണുകളിലേക്ക് അകറ്റി മാറ്റിക്കൊണ്ടിരിക്കുന്നതുമായ ഒരു ജീവിതക്രമമാണ് ആ സനാതനധർമ്മത്തിന്റെ മറപറ്റി ഇവിടെ നിലനിന്നിരുന്നത്. ജാതിവർണ്ണ വ്യവസ്ഥ എന്നത് ഒരു നിലയ്ക്ക് നോക്കിയാൽ ലോകം കണ്ട ഏറ്റവും പ്രാകൃതമായ സാമൂഹ്യ വിഭജനത്തിന്റെ, മനുഷ്യ വിഭജനത്തിന്റെ ഒരു സംവിധാനമായിട്ടാണ് ജാതി നിലനിന്നത്. ആ ജാതിബന്ധങ്ങളുടെ അതിനാധാരമായ വർണ്ണധർമ്മ വ്യവസ്ഥയുടെ ഒരു ചിട്ടപ്പെടുത്തൽ, ക്രോഡീകരണം, അതിൻ്റെ സൈദ്ധാന്തികമായ ഒരു സംഗ്രഹം എന്ന നിലയിലാണ് സനാതനധർമ്മം എന്ന ആശയവും അതിൻ്റെ പ്രയോഗവും ഇന്ത്യൻ
സാഹചര്യത്തിൽ നിലനിന്നത്. അതുകൊണ്ടാണ് സനാതനധർമ്മത്തെ കൈയൊഴിഞ്ഞുകൊണ്ടല്ലാതെ നിങ്ങൾക്ക് ആധുനികമായ ഒരു സമൂഹമായി മാറാൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയേണ്ടി വരുന്നത്. ആധുനികതയുടെ ആധാരതത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ ഉത്തരം പറയാം. നമ്മുടെ ഭരണഘടനയിൽ ആ വാക്കുണ്ട്. ഭരണഘടന ഉണ്ടാകുന്നതിന് 70 കൊല്ലം മുമ്പ് നാരായണ ഗുരു ആ വാക്ക് പറയുന്നുണ്ട്. അത് സോദരത്വേന എന്ന വാക്കാണ്. എല്ലാ മനുഷ്യർക്കും തുല്യമായ ജീവിതാന്തസ്സും ജീവിതാവകാശവും ഉണ്ടെന്ന് എല്ലാവരും അന്യോന്യം വകവെച്ചു കൊടുക്കുന്ന ഒരടിസ്ഥാനപരമായ ധാർമ്മിക മൂല്യത്തെയാണ് സോദരത്വേന എന്ന് ഗുരു പറഞ്ഞത്. ആ സോദരത്വേന എന്ന ആശയത്തിന്റെ സമ്പൂർണ്ണ നിരാകരണമായിട്ടാണ് സനാതനധർമ്മം എന്ന ആശയം നിലനിന്നത്. അതുകൊണ്ട് ആധുനികമായ ഒരു മനുഷ്യാവസ്ഥയോട് ഏതെങ്കിലും തരത്തിൽ ഒത്തുപോകാവുന്ന ഒന്നും വാസ്തവത്തിൽ ഈ സനാതനധർമ്മം എന്ന ആശയവ്യവസ്ഥയിൽ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അതിൻ്റെ ഒരാവിഷ്കാരമാണ് സനാതനധർമ്മത്തെ കൈയൊഴിയണം എന്ന വിശദീകരണമായി സഹോദരൻ അയ്യപ്പനോ അല്ലെങ്കിൽ അതുപോലെ പല ആളുകളും വളരെ പ്രത്യക്ഷമായി പറഞ്ഞത് നാരായണ ഗുരു സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ച പലമതസാരവും ഏകം എന്നതിൽ വാസ്തവത്തിൽ ഈ മൂല്യം അടങ്ങിയിട്ടും ഉണ്ട്. നമസ്കാരം. സനാതനധർമ്മങ്ങൾ തുല്യപ്രധാനങ്ങളാണ് എന്ന് പറഞ്ഞതിലൂടെ നാരായണ ഗുരുസ്വാമികൾ സ്നേഹവും സാഹോദര്യവും സമത്വവുമാണ് തുല്യപ്രധാനങ്ങളെന്നും അത്തരം ആശയങ്ങളെയാണ് സനാതനമായി ശാശ്വതമായി ഉയർത്തിപ്പിടിക്കേണ്ടത് എന്നുമാണ് സുനിൽ മാഷ് ഇവിടെ സൂചിപ്പിച്ചത്. രണ്ട് കാര്യം ഇതുമായി ബന്ധപ്പെടുത്തി പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. ഒന്ന്, എങ്ങനെയാണ് സ്ത്രീകളെ ഈ സനാതനധർമ്മം നോക്കിക്കാണുന്നത്? മാഷ് വിശദീകരിച്ചു. യേശധർമ്മ സനാതന എന്നുള്ളത് മഹാഭാരതത്തിലെ ഒരു വാക്യമാണ്. യേശധർമ്മ സനാതന. പക്ഷെ ആ വിശദീകരിക്കപ്പെടുന്ന ഒരു കഥാസന്ദർഭമുണ്ട്. അത് നോക്കുമ്പോഴാണ് യേശധർമ്മ സനാതന എന്ന വാക്കിൻ്റെ ആന്തരാർത്ഥത്തിലേക്ക് കടന്നു ചെല്ലാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ വന്നാം. ഒന്ന്, ശ്വേതകേതു എന്ന് പറയുന്ന മഹർഷി, ശ്വേതകേതു മഹർഷി അദ്ദേഹത്തിൻ്റെ ഈ ശ്വേതകേതുവിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ മാതാവിനെ മറ്റൊരു ബ്രാഹ്മണൻ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. ശ്വേതകേതുവിൻ്റെ മുമ്പിൽ വെച്ച് തൻ്റെ മാതാവിനെ മറ്റൊരാൾ ബലമായി പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ പിതാവ് ശ്വേതകേതുവിനെ തടഞ്ഞു. അരുത് പുത്ര, നീ അത് ചെയ്യരുത്. അപ്പോൾ ഉദ്ധാരകന് സംശയം തോന്നി, ശ്വേതകേതുവിന് സംശയം തോന്നി. എന്തുകൊണ്ടാണ് തൻ്റെ മാതാവിനെ ഇങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് പോകുമ്പോൾ പിതാവ് തന്നെ തടയുന്നത്? അദ്ദേഹം ഉപദേശിച്ചു, പിതാവ് പുത്രനെ ഉപദേശിച്ചു, മാതാവിനെ ഇഷ്ടമുള്ള ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോകട്ടെ. സനാതന, നിന്റെ അമ്മയെ നിന്റെ മുമ്പിൽ വെച്ച് മറ്റൊരു ബ്രാഹ്മണൻ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് സനാതനമായ ധർമ്മം എന്നാണ് മഹാഭാരതത്തിൽ ഏഷധർമ്മ സനാതന എന്ന ശ്ലോകം വരുന്ന കഥാസന്ദർഭം. ഇതുകൂടി നമ്മൾ ഈ ചർച്ചയിൽ പരിഗണിക്കേണ്ടതുണ്ട് എന്നുള്ളത് പ്രസക്തമാണ്. ധർമ്മസൂത്രങ്ങളെന്ന് വിഖ്യാതമായ സൂത്രങ്ങളുണ്ട്. ധർമ്മസൂത്രങ്ങൾ, ഗൗതമ ധർമ്മസൂത്രം, ആപസ്തംഭ ധർമ്മസൂത്രം, വസിഷ്ഠ ധർമ്മസൂത്രം. പക്ഷേ ഈ ധർമ്മസൂത്രത്തിൽ എന്താണ് കാണുന്നത്? അസ്വതന്ത്രാ സ്ത്രീയഃ ജ്ഞാനവിചരേ ഭർത്താരം. സ്ത്രീകൾ അസ്വതന്ത്രങ്ങളാണ്, അവർ ഭർത്താവിനെ ഉല്ലംഘിക്കാൻ പാടില്ല എന്ന ധർമ്മസങ്കല്പങ്ങൾ വിരിഞ്ഞു വരുന്നത് ഈ സന്ദർഭത്തിലാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അത് സനാതന ധർമ്മം എന്ന പേരിൽ മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ ഒന്ന് ജാതിധർമ്മം ഉറയ്ക്കുന്നു, മറ്റൊന്ന് നമ്മൾ ഭീകരമായി കാണുന്ന വെജിറ്റേറിയനിസം. സനാതന ധർമ്മം എന്ന പേരിൽ വെജിറ്റേറിയനിസം നമ്മുടെ സമൂഹത്തിൽ ഉറച്ചു പോകുന്നു എന്നുള്ളതാണ്. രസകരമായ ഒരു കഥയുണ്ട്. വനവാസ സന്ദർഭത്തിൽ സീതയും രാമനും കൂടി വനവാസത്തിന് പോവുകയാണ്. സീതയും രാമനും കൂടി വനവാസത്തിന് പോകുമ്പോൾ സീത ഗംഗാദേവിയോട് പ്രാർത്ഥിക്കുകയാണ്, യക്ഷേ ത്വാം പ്രിയതാം ദേവി, അല്ലയോ യക്ഷി, നീ ഞങ്ങളിൽ പ്രീതിപ്പെടുക. ഗംഗാദേവി യക്ഷി എന്നാണ് വിളിക്കുന്നത്. അതിനുശേഷം പറയുകയാണ്, ഞങ്ങൾ വനവാസം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ നിനക്ക് ഞങ്ങൾ മാംസോദനം നൽകാം. മാംസം എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യക്തമാണ്, മാംസം തന്നെയാണ്. ഓദനം എന്ന് പറഞ്ഞാൽ ചോറ് എന്നാണ് അർത്ഥം. അപ്പൊ മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? മാംസോദനം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ബിരിയാണി എന്നാണ് അർത്ഥം.
പക്ഷേ ഇങ്ങനെ വളരെ വ്യക്തമായി വാൽമീകി രാമായണത്തിൽ കാണുമ്പോൾ മറ്റൊന്ന് ധർമ്മമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ കൂടി നമ്മൾ ചർച്ച ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മോഡറേറ്റർ എന്ന നിലയിൽ ധാരാളം പരിമിതികൾക്കകത്താണ് നിൽക്കുന്നത്. അടുത്തതായിട്ട് ഈ വിഷയത്തെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കുന്നതിനും അതുപോലെ തന്നെ സുനിൽമാൻ സൂചിപ്പിച്ച കാര്യങ്ങളെ സംബന്ധിച്ച് വാദഗതികൾ അവതരിപ്പിക്കുന്നതിനും BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കൂടിയായ ശ്രീ PK കൃഷ്ണദാസിനെ ക്ഷണിക്കുന്നു. ആദരണീയനായ മോഡറേറ്റർ, പ്രമുഖ ചിന്തകനും ഗവേഷകനും അധ്യാപകനും കൂടിയായ ഡോക്ടർ TS ശ്യാംകുമാർ, അതേപോലെ ആശയങ്ങളുമായി ബന്ധപ്പെടുത്തുമ്പോൾ രണ്ട് ധ്രുവങ്ങളിലാണെങ്കിൽ ഞാനൊക്കെ വളരെ ആദരവപൂർവം കാണുന്നു. പ്രമുഖ പണ്ഡിതനും എഴുത്തുകാരനും കേരളം കണ്ട ഏറ്റവും വലിയ വാഗ്മി കൂടിയായ ബഹുമാന്യനായ ഡോക്ടർ സുനിൽ P. ലൈലം, അതേപോലെ ബഹുമാനിയായ എഴുത്തുകാരി ശ്രീമതി തനൂജ S. ഭട്ടതിരി, അതേപോലെ തന്നെ ഇവിടെ സംഘാടക സമിതി സെമിനാറുകളുടെ ചുമതല വഹിക്കുന്നതിൻ്റെ ചെയർമാൻ, ഞങ്ങളൊക്കെ നേരത്തെ യുവജന പ്രവർത്തന കാലത്ത് നേരത്തെ വർഷങ്ങളായി പരിചയമുള്ള മുൻ മന്ത്രി കൂടിയായ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി ശ്രീ സുദേവൻജി, അതോടൊപ്പം ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമസ്കാരം. CPIM-ൻ്റെ സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ഇതുപോലൊരു സംവാദം സെമിനാർ സംഘടിപ്പിച്ചിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തെയും സംഘാടക സമിതിയെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. അവർക്ക് അഭിനന്ദനത്തിൻ്റെ ചുവടുകളും അർപ്പിക്കുന്നു. കാരണം കേരളത്തിൽ സംവാദങ്ങൾ കുറവും വിവാദങ്ങൾ കൂടുതലും. വിവാദങ്ങൾ നശീകരണവും നിഷേധാത്മകവുമാണ്, സംവാദം നിർമ്മാണാത്മകമാണ്, ജനങ്ങൾക്ക് പ്രയോജനകരവും കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ സംവാദം സംഘടിപ്പിച്ചതിൽ CPIM-ൻ്റെ സംസ്ഥാന നേതൃത്വത്തെയും സംഘാടക സമിതിയെയും അഭിനന്ദിക്കാൻ കാരണം. മറ്റൊന്ന്, സംവാദം ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നമ്മുടെ ഭാരതത്തിൽ വിശ്വസിക്കുന്നത് വാദേ വാദേ ജായതേ സത്യബോധ എന്നുള്ളതാണ്. അതായത് വാദിക്കുക സംവാദത്തിലൂടെ സത്യത്തെ കണ്ടെത്തുക എന്നുള്ളതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ, നമ്മുടെ ഈ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിലൊന്ന്. അതായത് ആരും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ കൃഷ്ണൻ അർജുനനെല്ലാം ഉപദേശിച്ചു കൊടുത്തതിന് ശേഷം എന്താ അർജുനോട് പറയുന്നത്? കൃഷ്ണൻ പറയുന്നത്, ഞാൻ ദൈവമാണ്, അതുകൊണ്ട് നീ എല്ലാം അക്ഷരം പ്രതി അനുസരിക്കണമെന്നല്ല, മറിച്ച് ഇതിലെ ജ്ഞാനമാഖ്യാതം ഗുഹ്യതരം മയ വിമർശയി തപശേഷേണ യഥേച്ഛസി തഥാകുരു. അർജുന, ഞാൻ പറയേണ്ടതൊക്കെ പറഞ്ഞു തന്നു. രഹസ്യങ്ങളായിട്ടുള്ള എല്ലാ തത്വങ്ങളും നിനക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പ്രായോഗികതയെക്കുറിച്ച്, ഇതിൻ്റെ ആധികാരികതയെക്കുറിച്ച് എല്ലാം നീ ചിന്തിക്കുക. എന്നിട്ടോ ധർമ്മ സംസ്ഥാപനത്തിന് വേണ്ടിയിട്ട് നിനക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക, യഥേച്ഛസി തഥാ, നിനക്ക് ഇഷ്ടം പോലെ ചെയ്തു. അടിച്ചേൽപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് നേരത്തെ ശ്രീ സുനിൽ P. ബഹുമാനനായ ശ്രീ സുനിൽജിയുടെ സൂചിപ്പിച്ചപ്പോൾ ഭഗവത്ഗീതയും അദ്ദേഹം ചേർത്ത് സംസാരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് ഈ സംവാദം സനാതന ധർമ്മത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളത്. രണ്ടാമത്തൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, കഴിഞ്ഞ ഡിസംബർ 31-ന് ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതിന് ശേഷം ബഹുമാന്യനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി, ശ്രീനാരായണ ധർമ്മം ശ്രീനാരായണ ധർമ്മം നവീന മാനവ ധർമ്മമാണ്. അത് സൂചിപ്പിക്കുകയുണ്ടായി.
ഞാനും അന്ന് ആ സ്റ്റേജിലുണ്ടായിരുന്നു, വേദിയിലുണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവനയെ, അതായത് ശ്രീനാരായണ ധർമ്മം നവീന മാനവ ധർമ്മമാണെന്നുള്ള കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയുടെ അഭിപ്രായത്തെ ഞാൻ 100% പിന്തുണക്കുന്നു, അംഗീകരിക്കുന്നു. പക്ഷെ അതിനോടൊപ്പം എനിക്കൊന്ന് കൂട്ടിച്ചേർക്കാനുള്ളത്, ശ്രീനാരായണ ധർമ്മം എന്നുള്ളത് സനാതന ധർമ്മം തന്നെയാണ്. ശ്രീനാരായണ ധർമ്മം നവീന മാനവ ധർമ്മം എന്നാണെങ്കിൽ തീർച്ചയായിട്ടും സനാതന ധർമ്മം മാനവധർമ്മം തന്നെയാണ്, നവീന മാനവധർമ്മം തന്നെയാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുകയാണ്. അതായത് ശ്രീനാരായണ ധർമ്മം നവീന മാനവിക ധർമ്മമാണെങ്കിൽ തീർച്ചയായിട്ടും സനാതന ധർമ്മം നവീന മാനവ ധർമ്മം തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സനാതന ധർമ്മവും ശ്രീനാരായണ ധർമ്മവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. വെള്ളവും ജലവും എന്ന് പറയുന്നത് പോലെ, നാരിയും സ്ത്രീയും എന്ന് പറയുന്നത് പോലെയാണ് ശ്രീനാരായണ ധർമ്മവും സനാതന ധർമ്മവും. അതിൽ എനിക്കൊരു വലിയ എളുപ്പമായിട്ട് കിട്ടിയിരിക്കുന്നത് ബഹുമാന്യനായ ചിന്തകൻ ഇവിടെ ഉദ്ഘാടനം നിർവഹിച്ച ശ്രീ സുനിൽ പി ഇളയിടം. ഞാൻ ഇതേവരെ കേട്ടിട്ടുള്ള പ്രഭാഷണങ്ങളിൽ നിന്ന്, മറ്റുള്ളവരുടെ പ്രഭാഷണങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. കാരണം ഞാൻ കരുതിയത് സനാതന ധർമ്മത്തെ ശ്രീനാരായണ ഗുരു എതിർത്തിരുന്നു, സനാതനധർമ്മത്തെ ഗുരുദേവൻ അനുകൂലിച്ചില്ല എന്നായിരുന്നു പ്രസംഗിക്കുക എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷെ അദ്ദേഹം സനാതനധർമ്മത്തെ ഗുരുദേവൻ അനുകൂലിച്ചു, അംഗീകരിച്ചു എന്നുള്ളത് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ഇപ്പം 1924 അദ്ദേഹം ആലുവ അദ്വൈതാശ്രമത്തിൽ നടന്ന സർവമത സമ്മേളനത്തിന് ശേഷം ഏതാണ്ട് അത് രചിക്കപ്പെട്ടിട്ടുള്ള, എന്നാൽ 1957 64 ശിവഗിരി മഠം പ്രസിദ്ധീകരിച്ചിട്ടുള്ള ശ്രീനാരായണ സ്മൃതി ശ്രീനാരായണ ധർമ്മം എന്നുള്ള പുസ്തകത്തിൽ എൻ്റെ കയ്യിലുണ്ട്. അതിൻ്റെ 5 എല്ലാ പേജുകളും നിങ്ങൾ മറച്ചിട്ട് നോക്കിയാൽ സനാതനധർമ്മത്തെ ഗുരു അംഗീകരിക്കുക മാത്രമല്ല, സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവും അതിൻ്റെ പുനഃസ്ഥാപകനും കൂടിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് നിസ്സംശയം പറയാൻ സാധിക്കും. മാത്രമല്ല, സനാതനധർമ്മം കേരളത്തിൽ മാത്രം ഒതുക്കേണ്ടതല്ല, മറിച്ച് ഭാരതത്തിന് മാത്രമല്ല, ഭാരതത്തിന് പുറത്തും വിശ്വം മുഴുവൻ സനാതനധർമ്മം വ്യാപിപ്പിക്കണം എന്നുള്ളതും ഗുരുവിൻ്റെ ആഗ്രഹമായിരുന്നു. മാത്രമല്ല, സനാതനധർമ്മവുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആളുകളെയും, എല്ലാവരെയും സഹകരിപ്പിച്ച് സമന്വയിപ്പിച്ച് ഒരുമിച്ച് കൊണ്ടുവരേണ്ടത് ശ്രീനാരായണ സംഘടനകളുടെ കർത്തവ്യമാണ്, കടമയാണ് എന്ന് നമ്മുടെ നേരത്തെ ആ സമ്മേളനത്തെക്കുറിച്ച് SNDP യോഗത്തിൻ്റെ സമ്മേളനത്തിൽ ഗുരുദേവൻ പ്രസംഗിച്ചതിനെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഞാനൊരു വിശദാംശത്തിലേക്ക് കടക്കുന്നില്ല. ഗുരു പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് മാത്രമല്ല, ഇതിനെക്കുറിച്ച് സനാതനധർമ്മത്തിൻ്റെ പ്രസക്തി, പ്രാധാന്യം എന്നതിനെക്കുറിച്ച് നിങ്ങൾ 60-ൽ പരം ശ്രീനാരായണ ഗുരുവിൻ്റെ 60-ൽ പരം കൃതികൾ അതിൽ പരിശോധിച്ചാൽ, അദ്ദേഹത്തിൻ്റെ നിരവധി ശ്രദ്ധേയമായ പ്രസംഗങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഇക്കാര്യത്തിൽ മാത്രമല്ല, ഈ കഴിഞ്ഞ ഡിസംബർ 31 ബഹുമാന്യനായ മുഖ്യമന്ത്രി നടത്തിയിട്ടുള്ള ശ്രദ്ധേയമായ പ്രസംഗത്തിന് ശേഷം ഈ ശിവഗിരി മഠാധിപതി ശ്രീ സച്ചിദാനന്ദ സ്വാമികൾ ജനുവരി 2 ഒരു പത്രത്തിന് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ശ്രീനാരായണ ഗുരു സനാതനധർമ്മത്തിൻ്റെ വക്താവും പ്രയോക്താവുമാണെന്ന് അടിവരയിട്ടുകൊണ്ട് പറയുന്നുമുണ്ട്. അപ്പം എൻ്റെ അഭിപ്രായത്തെ ശ്രീനാരായണ ഗുരുദേവൻ്റെ ഇപ്പോഴത്തെ പ്രമുഖ ശിഷ്യ പരമ്പരയിൽപ്പെട്ട സച്ചിദാനന്ദ സ്വാമികളും അതിനെ അനുകൂലിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. മറ്റൊന്ന്, ഈ സനാതനധർമ്മം എന്നുള്ളതിനെക്കുറിച്ച് ഇവിടെ ഒരു കാര്യം സൂചിപ്പിച്ചു. അതായത് നമ്മുടെ സനാതനം എന്ന് പറയുന്നത് ത്രികാലത്തിലും യോജിക്കുന്നത് എന്നുള്ളത്, മാറ്റമില്ലാത്തത്, അനാദിയാണത്. സനാതനം എന്നുള്ളത് 3 കാലത്തിനും
അനുയോജ്യമായത് എന്നാണ് സനാതനത്തിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ എല്ലാ കാലത്തിനും യോജിക്കാവുന്നത്. അതേപോലെ തന്നെ ധർമ്മം എന്ന് പറയുന്നത് ധാരയെ ഇത് ധർമ്മ എന്നുള്ളതാണ് അർത്ഥം. അതായത് നമ്മുടെ ഈ നിലനിർത്തുന്നത് എന്താണോ, നിലനിൽപ്പിന് ആധാരമായത് എന്താണോ അതാണ് ധർമ്മം. അതായത് നമ്മളെ കുറിച്ച് വിശാലമായി പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തെ ഏകോപിച്ച് സംയോജിപ്പിച്ച് നിലനിർത്തുന്നത് എന്താണോ അതാണ് ധർമ്മം എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, ഈ പ്രപഞ്ചത്തെ നമ്മളത് ക്വാണ്ടം തിയറിയുടെ ഒക്കെ ഒരു പശ്ചാത്തല സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. നമ്മുടെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഒരു താളവും ലയവും ഉണ്ട്. ഇപ്പൊ ഉദയാസ്തമനത്തിനും അതുപോലെ തന്നെ ഈ നമ്മുടെ ഋതുഭേദങ്ങൾക്കും അതുപോലെ പുഴകൾ ഒഴുകുന്നതിനും പൂക്കൾ വിടരുന്നതിനും ഒക്കെ ഒരു താളവും ലയവും ഒക്കെ ഉണ്ട്. ഇങ്ങനെ നമ്മുടെ പ്രപഞ്ചത്തെ നിലനിർത്തുന്നത്, അതോടൊപ്പം തന്നെ മനുഷ്യനും പ്രപഞ്ചവും തമ്മിൽ അത് പരസ്പര പൂരക. പ്രപഞ്ചവും മനുഷ്യൻ നിലനിൽക്കണമെങ്കിൽ പ്രപഞ്ചം നിലനിൽക്കണം, മനുഷ്യൻ നിലനിൽക്കണം. അപ്പൊ ഇതിൻ്റെയൊക്കെ നിലനിൽപ്പ് ഒരു മനുഷ്യന് സ്വസ്ഥതയോടെ, ഒരു മനുഷ്യന് സ്വൈര്യത്തോടെ, സ്വാതന്ത്ര്യത്തോടെ, സമൃദ്ധിയോടെ, സംതൃപ്തിയോടെ, സമഭാവനയോടുകൂടി ജീവിക്കാൻ ആവശ്യമായ മൂല്യങ്ങളെയാണ് സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത്. അത് സുനിൽ മാഷ് സൂചിപ്പിച്ചതുപോലെ എറ്റേണൽ വാല്യൂസ്. അത് ഈ മൂല്യങ്ങൾ നമുക്ക് മനുഷ്യനായി ജീവിക്കാം. ആ ജീവിതത്തിന്റെ പ്രത്യേകത എന്താ? അത് സ്വൈര്യമായി ജീവിക്കണം, സ്വസ്ഥമായി ജീവിക്കണം, സ്വതന്ത്രമായി ജീവിക്കണം, സംതൃപ്തമായി ജീവിക്കണം, സമൃദ്ധിയോട് ജീവിക്കണം, സമഭാവനയോടുകൂടി ജീവിക്കണം. അതിനാവശ്യമായിട്ടുള്ള മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെയാണ് സനാതന മൂല്യങ്ങൾ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത്. ഈ സനാതന ധർമ്മം ഒരു മതത്തിനും എതിരല്ല. ഈ സനാതന ധർമ്മം ഒരു വിശ്വാസത്തിനും എതിരല്ല. ഈ സനാതന ധർമ്മത്തിന് അതിർവരമ്പുകളില്ല. നമ്മുടെ മൂല്യങ്ങൾക്ക് എന്താ അതിർവരമ്പ്? ഈ മൂല്യങ്ങളുടെ കൂട്ടത്തിൽ എന്തൊക്കെ വരുന്നു എന്നുള്ളത് ബഹുമാനായ സുനിൽ മാഷ് സൂചിപ്പിച്ചത് കൊണ്ട് ഞാനത് ആവർത്തിക്കുന്നില്ല, ഞാനതിനെ അനുകൂലിക്കുക. അതായത് ഈ ആ മൂല്യങ്ങൾ എല്ലാവർക്കും സ്വീകരിക്കാവുന്നതാണ്. ആ മൂല്യങ്ങൾ നമ്മൾ എതിർക്കേണ്ടതായിട്ടില്ല. ഈ മൂല്യങ്ങളും മതവും തമ്മിൽ ബന്ധമില്ല. ഈ ധർമ്മവും മതവും തമ്മിൽ ബന്ധുവരും. മതം എന്ന് പറയുന്നത് ഒരു വിശ്വാസം. ഇപ്പൊ ശക്തിയെ ആരാധിക്കുന്നവർ ശാക്തേയ മതം, വിഷ്ണുവിനെ ആരാധിക്കുന്നവർ വൈഷ്ണവ മതം, ശിവനെ ആരാധിക്കുന്നവർ ശൈവമതം, ക്രിസ്തുവിനെ ആരാധിക്കുന്നവർ ക്രിസ്തുമതം. പക്ഷെ ഈ റിലീജിയൻ അപ്പുറത്താണ്, മതത്തിന് അപ്പുറത്താണ് ധർമ്മം എന്ന് പറയുന്നത്. ആ ധർമ്മത്തെയാണ് മഹാഗുരു ശ്രീനാരായണ ഗുരു ഉയർത്തിപ്പിടിച്ചത്. എല്ലാ മതങ്ങൾക്കും സ്വീകരിക്കാവുന്നതാണ് ഇത്. അതുകൊണ്ടാണ് സനാതന ധർമ്മം നിലനിൽക്കും. ഈ ഭാരതത്തിൽ നിലനിൽക്കുമ്പോൾ തന്നെ ഈ സനാതന ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത് വേദങ്ങളാണ്. ആ വേദത്തിന്റെ പ്രാമാണികത്വം അംഗീകരിക്കാത്ത ജൈന ബൗദ്ധ മതങ്ങൾ സനാതന ധർമ്മത്തിന്റെ സംഭാവന കൂടിയാണ്. അവർ വേദങ്ങളുടെ പ്രാമാണികത്തെ അവർ അംഗീകരിക്കുന്നില്ല, പക്ഷേ ഈ മൂല്യങ്ങളെ അവർ അംഗീകരിക്കുന്നുണ്ട്. മാത്രമല്ല, ദൈവമില്ലെന്ന് പറയുന്ന ചാർവാകൻ ഋണം കൃതം വിഭേദ്, അതായത് നിങ്ങൾ കടം വാങ്ങിയിട്ടാണെങ്കിലും നെയ്യും കൂട്ടിയിട്ട് നന്നായിട്ട് ഭുജിക്കണം. ഇന്നത്തെ സുഖം അതാണ് ആത്യന്തിക സുഖം, നാളത്തെ കുറിച്ച് ചിന്തയില്ല. ഈ നിരീശ്വരവാദിയെ ചാർവാകൻ അയാൾക്ക് സന്യാസിയുടെ ഋഷിയുടെ പദവി നൽകിക്കൊണ്ട്, പക്ഷേ ചാർവാകനും ഈശ്വരനില്ല എന്ന് വിശ്വസിക്കാം. പക്ഷെ ചാർവാകന് ഈ മൂല്യങ്ങൾ എതിർക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് ഞാൻ സൂചിപ്പിച്ചത് ചാർവാക മഹർഷിയും ചാർവാക മതവും സനാതന ധർമ്മത്തിന്റെ ഭാഗമായി സംഭാവനയാണ്. കാരണം എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ സാധിക്കുന്ന വിശ്വത്തോളം വിശാലമായിട്ടുള്ള ദർശനമാണ് സനാതന ധർമ്മം എന്ന് അടിവരയിട്ടുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ചിന്താധാരയിലൂടെ നോക്കുമ്പോൾ മാർക്സ് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് വിതറവേ, അതായത് ഭരണകൂടമില്ലാത്തൊരവസ്ഥ, സ്റ്റേറ്റ് വിതറവേ. ഇതിനെക്കുറിച്ച് മഹാഭാരതത്തിൽ കാർൽ മാർക്സ് പറഞ്ഞിട്ട് എത്ര വർഷങ്ങളായി എന്ന് നമുക്ക് കണക്കൂട്ടാൻ സാധിക്കും. ഈ സനാതന ധർമ്മം നിലവിൽ വരുന്നത് 1000 വർഷങ്ങൾക്കപ്പുറത്താണ്. ഈ സനാതന ധർമ്മത്തെ അതിൻ്റെ
ധർമ്മത്തെ കണ്ടെത്തുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊടും തപസ്സിലൂടെ നമ്മുടെ ഋഷീശ്വരന്മാരാണ്. അവർ പുതുതായിട്ട് അവരുടേതായിട്ട് കണ്ടുപിടുത്തല്ല. അദ്ദേഹം സുനിൽ മാഷ് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർ കൊടും തപസ്സിലൂടെ അവരുടെ ബുദ്ധിശക്തി ഉപയോഗിച്ച് ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന് ആധാരമായിട്ടുള്ള ഈ വാല്യൂസിനെ അവർ കണ്ടെത്തി. അതവരുടെ തലമുറകളിലേക്ക് കൈമാറി. ആദ്യം അവര് പറഞ്ഞു കൊടുത്തു, ശിഷ്യന്മാർ കേട്ടു. അതുകൊണ്ടാണ് ഇതിന് ശ്രുതി എന്ന് പേര് വന്നത്. ശ്രുതി പിന്നീട് അത് ഗ്രന്ഥരൂപത്തിലേക്ക് ആകുമ്പോഴാണ് അത് വേദങ്ങളായിട്ട് മാറുന്നത്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ നമ്മുടെ ഈ സനാതന ധർമ്മം എന്നുള്ളത് അതിനെ എതിർക്കേണ്ടതായിട്ടുള്ള ആവശ്യങ്ങൾ ഒന്നും തന്നെ ഇല്ല. മറിച്ച് ഈ മൂല്യങ്ങള് നമുക്ക് ഞാൻ സൂചിപ്പിച്ചല്ലോ, മതവും ഈ ധർമ്മവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഈ ധർമ്മത്തിന് പകരം വെക്കാവുന്ന ആംഗലേയ പദമല്ല റിലീജിയൻ എന്ന് പറയുന്നത് ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുക. മറിച്ച് നിങ്ങൾക്ക് ഈ മതവും ഈ റിലീജിയനും തമ്മിൽ നമ്മൾ ഒരിക്കലും ബന്ധപ്പെടുത്തേണ്ട ആവശ്യമില്ല. മതത്തിനപ്പുറത്താണ് ഈ മതവും റിലീജിയൻ എന്നുള്ളത് പക്ഷെ ഒരുപോലെ ഉണ്ടായിരിക്കും. പക്ഷെ റിലീജിയനും ധർമ്മവും തമ്മിൽ ബന്ധവുമില്ല. ധർമ്മത്തിന് പകരം വെക്കാവുന്ന ആംഗലേയ പദമല്ല റിലീജിയൻ എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. പക്ഷെ നമുക്ക് ഒരു മതരഹിതനാവാൻ സാധിക്കും. നിങ്ങൾ ഇരിക്കുന്ന നമുക്ക് ആർക്കും, ഇവിടെ ഇരിക്കുന്നവർക്കും അവിടെ ഇരിക്കുന്നവർക്കും മതവിശ്വാസമില്ലാത്തവരാണ്, മതരഹിതനാവാം. പക്ഷെ നമുക്കാർക്കും ധർമ്മരഹിതനാവാൻ സാധ്യമല്ല, മൂല്യങ്ങളില്ലാത്തവരാകാൻ സാധ്യമല്ല. നിങ്ങൾ മൂല്യങ്ങളില്ലാത്തവരാണെങ്കിൽ, നമ്മൾ മൂല്യങ്ങളില്ലാത്തവരാണെങ്കിൽ നമുക്ക് മാനവനാവാൻ സാധ്യമല്ല, നമ്മൾ ദാനവരായി മാറും. ദാനവർ എന്ന് പറഞ്ഞാൽ അസുരന്മാർ. അങ്ങനെ മൂല്യങ്ങൾ നഷ്ടപ്പെട്ടുള്ള ഒരു സമൂഹം പതുക്കെ നമ്മുടെ ഇടയിൽ വളർന്നു വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഇന്നലെ തിരുവനന്തപുരത്ത് നടന്ന കൂട്ടക്കൊലയും നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ ആശാസ്യമല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും നടക്കുന്നത്. അതുകൊണ്ട് മതരഹിതനാകാം, പക്ഷേ മൂല്യരഹിതനാവാൻ കഴിയില്ല. പിന്നെ സനാതന ധർമ്മത്തെക്കുറിച്ചുള്ള പ്രബലമായിട്ടുള്ള എതിർപ്പ് എന്താ? ഇപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന് വിരുദ്ധമായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല. പല മതസാരവും ഏകം എന്നുള്ളത് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് ഈ സനാതന ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത് വേദങ്ങളാണ്. ഈ വേദാന്തത്തിലുള്ള സനാതന തത്വങ്ങളെ ഏറ്റവും താഴേക്കിടയിൽ സമൂഹത്തിൽ എത്തിക്കാനാണ് ഗുരുദേവന്റെ 40 വർഷത്തെ കർമ്മകാണ്ഡങ്ങളെ അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹം നോക്കൂ, പലമതസാരവും ഏകം എന്നുള്ളത് അതും വേദം തന്നെയാണ്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള വേദമന്ത്രം അതിൻ്റെ ഏറ്റവും പച്ച മലയാളത്തിലുള്ള സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഡെഫിനിഷനാണ് പലമതസാരവും ഏകം എന്നുള്ളത്. ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്ന് പറയുന്നത് സത്യം ഒന്നേയുള്ളൂ. അതിന് പണ്ഡിതന്മാർ പലതായി വ്യാഖ്യാനിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് എവിടെ പോയി പ്രാർത്ഥിച്ചാലും ഒരു വിഷയമില്ല. അമ്പലത്തിലായാലും പള്ളിയിലായാലും ചർച്ചിലായാലും ആകാശ പതിതം തോയം യഥാ ഗച്ഛതി സാഗരം സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആകാശത്ത് നിന്ന് വീഴുന്ന വെള്ളം തോടിലൂടെ, അരുവികളിലൂടെ, പുഴകളിലൂടെ എങ്ങനെയാണോ സാഗരങ്ങളിലേക്ക് എത്തുന്നത്, അതുപോലെ പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നും ചർച്ചിൽ നിന്നും നിങ്ങൾ എവിടെ നിന്ന് പ്രാർത്ഥിച്ചാലും ഒരേ ഈശ്വരനെയിലേക്കാണ് എത്തുന്നത് എന്നുള്ള ആ ഏകത്വമായിട്ടുള്ള ദർശനം, അതാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. അതാണ് വളരെ ലളിതമായിട്ട് ഗുരുദേവൻ അവതരിപ്പിക്കാൻ ശ്രമിച്ചതും അവതരിപ്പിച്ചതും. ഇതിനെ സംബന്ധിച്ച് വലിയൊരു ആരോപണം വരുന്ന എന്താ? ഈ സനാതന ധർമ്മത്തിന് ഒരു മതിൽക്കെട്ടുമില്ല. കാരണം എന്താ? മതിൽക്കെട്ടുകളില്ലാത്ത വിശ്വമാനവികതയാണ് സനാതന ധർമ്മത്തിന്റെ ആധാരം എന്ന് പറയുന്നത്. നോക്കൂ നിങ്ങൾ, വസുദൈവ കുടുംബകം, ഇതാണ് നമ്മുടെ സനാതന ധർമ്മത്തിന്റെ സങ്കല്പം. അതായത് ലോകം ഒരു കുടുംബമാണെന്നുള്ളതാണ്. ഈ ലോകം ഒരു കുടുംബമാണ് എന്ന് പറയുമ്പോൾ അതിന്റെ വിശദീകരണവും നമ്മുടെ ഋഷീശ്വരന്മാർ കൊടുത്തിട്ടുണ്ട്. അയം നിജം പരോവേദി ഗണനാം ലഘുചേതസ ഉദാര ചരിതാനാം തു വസുദൈവ കുടുംബകം. ഈ അയം നിജം പരോവേദി എന്ന് പറയുന്നത് എൻ്റേത് നിങ്ങളുടേത്,
എൻ്റേത് അന്യൻ്റേത് എന്നുള്ള വിചാരം ഈ ഇടുങ്ങിയ മനസ്സുള്ളവർക്ക് മാത്രം തോന്നുന്നതാണ്. അതേ സമയത്ത് ഉദാര ചരിതാനാം വിശാല ഉദാര മനസ്കതയുള്ളവർക്ക് ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. ലോകം ഒരു കുടുംബം എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം. എവിടെയാണ് സങ്കുചിതം? സനാതന ധർമ്മത്തിന്റെ സങ്കുചിതം എവിടെയാ ഉള്ളത്? അതേപോലെ തന്നെ നമ്മുടെ മന്ത്രം എന്തായിരുന്നു? സർവേപി സുഖിന സന്തു സർവേ സന്തു നിരാമയഃ സർവേ ഭദ്രാണി പശ്യന്തു, എല്ലാവർക്കും സുഖം ലഭിക്കട്ടെ എന്നുള്ളതാണ്. ഈ കാഴ്ചപ്പാടുള്ളത് കൊണ്ടാണ്, നോക്കൂ നിങ്ങൾ, ലോകത്തിൽ അന്യന്റെ ഭൂമി പിടിച്ചെടുക്കാത്ത ഒരേ ഒരു രാജ്യം ഭാരതം മാത്രമാണ്. ബാക്കി എല്ലാ ലോക രാജ്യങ്ങളും അപ്പുറത്തുള്ളവന്റെ ഭൂമി കൈവശപ്പെടുത്താൻ പോയിട്ടുണ്ട്, അധിനിവേശത്തിന് ശ്രമിച്ചിട്ടുണ്ട്. ലോകം ഒരു കുടുംബമാണ്, ലോകം ഒരു കുടുംബമാണ്. ഈ ലോകത്തിലെ മുഴുവൻ സർവചരാചരങ്ങളും ഒരു കുടുംബത്തിന്റെ ഭാഗമാണെന്നുള്ള സർവധർമ്മ ഭാവനയുടെ ആധാരത്തിലുള്ള ഈ വിശ്വത്തോളം വിശാലമായ സങ്കല്പം ഈ ഭാരതത്തിലുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരാളുടെ ഭൂമിയും പിടിച്ചെടുക്കാൻ പോയില്ല. നമുക്ക് അയൽപക്കത്തുള്ള പാകിസ്ഥാനും ചൈനയും ഒക്കെ നമ്മുടെ ഭൂമി കൈവശപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മളാരും ഒരു ഭൂമി കൈവശപ്പെടുത്താതിരുന്നത് ഈ വിശ്വത്തോളം വിശാലമായിട്ടുള്ള കാഴ്ചപ്പാട് ഉള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, മറ്റൊന്ന്, ഇതിന്റെ വേറൊരു പ്രത്യേകത എന്താ? സനാതന ധർമ്മത്തിന്റെ മറ്റൊരു പ്രത്യേകത സർവധർമ്മ സമഭാവനയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഒരു മതത്തിനും എതിരല്ല, ഒരു വിശ്വാസത്തിനും എതിരല്ല, ഒരു ആചാരത്തിനും അനുഷ്ഠാനത്തിനും നമ്മുടെ ഈ സനാതന ധർമ്മം എതിരല്ല. സർവധർമ്മ സമഭാവനയാണ്. എല്ലാറ്റിനെയും ഒരേപോലെ കാണുന്ന സങ്കല്പമാണ് ഈ സനാതന ധർമ്മത്തിലുണ്ടായിരുന്നത്. അതുകൊണ്ട് 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് നമ്മുടെ ഭരണഘടനയിൽ മതേതരത്വം എഴുതി ചേർത്തത്. അതിന്റെ അർത്ഥം എന്താ? 1976 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മതേതരത്വം എന്ന പദം ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗമായത്. അതിനർത്ഥം എന്താ? 76 മുമ്പ് ഇന്ത്യയിൽ, ഭാരതത്തിൽ മതേതരത്വം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മഹാനായ അംബേദ്കറെ പോലെയുള്ള ഭരണഘടനാ ശില്പികൾ എന്തുകൊണ്ടാണ് ഈ മതേതരത്വം ഭരണഘടനയുടെ ഭാഗമാക്കി മാറ്റാതിരുന്നത്? അന്ന് പ്രയാസമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. പക്ഷേ ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്ന ജനങ്ങളുടെ സഹജമായ സ്വഭാവത്തിന്റെ ഭാഗമാണ്, ഈ സനാതന ധർമ്മത്തിന്റെ ഭാഗമായിട്ട് ഓരോ വ്യക്തിയിലും ഓരോ പൗരന്റെ സഹജമായ സ്വഭാവമാണ് ഈ മതേതരത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അത് അന്ന് എഴുതി ചേർക്കാതിരുന്നത്. അല്ലെങ്കിൽ അംബേദ്കറോട് ഈ മതേതരത്വം എന്ന പദപ്രയോഗം മറന്നുപോയി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും? അംബേദ്കറും അത് അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ സർവധർമ്മ സമഭാവന ഈ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകതയാണ്. അതേപോലെ തന്നെ ഞാൻ ചോദിക്കും, ഇന്ന് ലോകം നേരിടുന്ന എല്ലാ വിഷയങ്ങളോടും ഈ സനാതന ധർമ്മത്തിന്റെ പ്രത്യേകത എന്താ? ഇപ്പൊ ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട വിഷയമാണ് നമ്മുടെ പരിസ്ഥിതി, കാലാവസ്ഥ. ഇതൊക്കെ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നത് വലിയ ചർച്ചാ വിഷയം. പക്ഷെ നമ്മുടെ ഭാരതത്തിന്റെ സങ്കല്പം എന്തായിരുന്നു? നമ്മുടെ ഭൂമിയും മനുഷ്യരും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നമ്മുടെ സനാതന ധർമ്മം നമ്മുടെ ഈ വേദങ്ങളിലും മറ്റും സൂചിപ്പിക്കുന്നുണ്ട്. മനുഷ്യനും ഭൂമിയും തമ്മിലുള്ള ബന്ധം മാതൃപുത്ര ബന്ധമാണ്. അതായത് ഭൂമിയെ മാതാവായി കാണുന്നു, അതാണ് ഭൂമാതാവ് എന്ന സങ്കല്പം. പ്രകൃതിയെ മാതാവായി കാണുന്ന സങ്കല്പം. ഇപ്പൊ നദികളെ സംരക്ഷിക്കണം എന്ന് പറയുന്നു, അതാണ് ഗംഗാ മാതാവ്. അല്പം ചില വ്യത്യാസമേ ഉള്ളൂ. ഞാൻ ഇനി അടുത്ത് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ നമ്മുടെ ശ്യാംകുമാർ ജി അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ സൂചിപ്പിക്കും, ഗോമാതാവും കൂടി ഉണ്ട്. പക്ഷേ എനിക്ക് മനസ്സിലായിട്ടില്ല, ഈ ഗോമാതാവ് എന്ന് പറയുമ്പോൾ അതിനോട് മാത്രം എന്താ ഇത്ര വിരോധം എനിക്ക് മനസ്സിലായിട്ടില്ല. ആടിനോട് വിരോധമില്ല, കോഴിയോടും വിരോധമില്ല, കാളയോടും വിരോധമില്ല, ഇതിനോടൊന്നും പന്നിയോടൊന്നും വിരോധമില്ല. എന്നാൽ പിന്നെ പശുവിന്റെ പാലിനോട് വിരോധമില്ല, നെയ്യോട് വിരോധമില്ല, വെണ്ണയോട് വിരോധമില്ല, മോരിനോട് വിരോധമില്ല, ഒന്നിനോട് വിരോധമില്ല. എന്നാലും ഗോമാതാവെന്ന് കേട്ടാൽ എതിർക്കല്ല. മാത്രമല്ല, നമ്മുടെ ശിവഗിരിയിൽ നമ്മുടെ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, ഈ ലോകാസവസ്ഥ സുഖനോ ഭവന്തോ എന്നുള്ള
എനിക്ക് തോന്നുന്നു സുനിൽ മാഷക്കൊക്കെ അതിനെക്കുറിച്ച് നല്ല തറവാണ്. കാരണം ഇതിനെക്കുറിച്ച് ആധികാരികമായി പഠനം നടത്തിയിട്ട് ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മുടെ സുനിൽ മാഷിന്റെ ആധികാരികമായി പഠനം നടത്തിയൊരു പണ്ഡിതൻ. അതുകൊണ്ട് ഈ ലോകാസമസ്ത സുഖനോ ഭവന്തു എന്നുള്ളതിന്റെ തൊട്ട് മുമ്പിലത്തെ വരിയും മുഖ്യമന്ത്രി പറഞ്ഞു. എന്താ? ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാസമസ്ത സുഖനോ ഭവന്തു. പക്ഷെ അതിനു മുമ്പിൽ 2 വരിയുണ്ട്. എന്താ? അതിനു മുമ്പിൽ 2 വരിയുണ്ട്. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താ ന്യായേന മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ സുഖമസ്തു നിത്യം ലോകാസമസ്ത സുഖനോ ഭവന്തു. ഇതിന്റെ അർത്ഥം മൊത്തത്തെ ഞാൻ വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും സുഖം പ്രാപിക്കട്ടെ എന്നാണ്. അതിൽ ഗോ എന്ന് ഉദ്ദേശിക്കുന്നത് ഗോ അല്ല അവിടെ, മറിച്ച് ഈ ചരങ്ങളെ കുറിച്ച്, അതായത് ചലിക്കുന്നവയെ കുറിച്ച്, ചരങ്ങളെ കുറിച്ച്, ചരാചരങ്ങൾ മൊത്തമില്ല. അതായത് ചരങ്ങൾക്ക് സുഖം പ്രാപിക്കട്ടെ, പ്രജകൾക്ക് സുഖം പ്രാപിക്കട്ടെ, ഭരണകർത്താവിന് സുഖം പ്രാപിക്കട്ടെ. അതുവഴി ബ്രാഹ്മണൻ എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു കാര്യം പറയാം. നേരത്തെ അതിനടുത്തതിൻ്റെ അതുകൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. വർണ്ണം എന്ന് പറയുന്നത്, ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അതൊരു കൂണൂലിട്ട ശങ്കര നമ്പൂതിരിയാണ്, കൃഷ്ണ നമ്പൂതിരിയാണെന്ന് ദയവായി തെറ്റിദ്ധരിക്കരുത്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ബ്രാഹ്മണ്യം നേടിയ ആളാണ്. അത് ബൗദ്ധികമായിട്ട്, ബുദ്ധിപരമായിട്ട്, അറിവിൻ്റെ ഏറ്റവും ഔന്നത്യത്തിൽ നിൽക്കുന്നവരെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത്. ആ ബ്രാഹ്മണനും, അതായത് പണ്ഡിതനും പാമരനും കുചേലനും കുബേരനും സർവചരാചരങ്ങൾക്കും സുഖം പ്രാപിക്കട്ടെ എന്നുള്ളതാണ് അർത്ഥം. അതിനെ നമ്മൾ വ്യാഖ്യാനിക്കുമ്പോൾ വെറൈറ്റീവ് ഈ രീതിയിലാണ് കൊടുക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞു വന്നത്. അതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നത് പ്രകൃതി, നമ്മുടെ പ്രകൃതിയെ പോലും മാതാവായി കൊണ്ടുകൊണ്ട് സംരക്ഷിക്കണം എന്നുള്ളതാണ് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ അടിസ്ഥാനപരമായ ആധാരം. മാത്രമല്ല പ്രിയമുള്ളവരെ, ഈ സനാതന ധർമ്മം എന്ന് പറയുന്ന ഒരു പ്രാമാണിക ഗ്രന്ഥത്തിലുള്ള പ്രമാണം മാത്രമല്ല, ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് ഭാരതത്തിലെ ഋഷീശ്വരന്മാർ അനുശാസിത്വം നിർദ്ദേശിക്കുന്നതും 1000 ആണ്ട് കാലത്തെ ജനത അത് കേവലം ഒരു പാരായണ ഗ്രന്ഥമായിട്ട് മാറ്റുകയല്ല, ഈ മൂല്യങ്ങൾ സ്വജീവിതത്തിൽ പകർത്തുകയാണ് ചെയ്തത്. ഈ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സത്യമായാലും കരുണയായാലും ശുചിത്വമായാലും അതുപോലെ തന്നെ തപസ്സായാലും, അതായത് സത്യത്തെക്കുറിച്ച്, കാരുണ്യത്തെക്കുറിച്ച്, ശുചിത്വം എന്ന് പറയുന്നത് വ്യക്തിചാരിത്യം, സദാചാരബോധം, ഒരു മനുഷ്യന് ഒരു യഥാർത്ഥ മനുഷ്യനുണ്ടാകേണ്ട സദ്ഗുണങ്ങളെ കുറിച്ചാണ് സദാചാരം എന്ന് പറയുന്നത്. ഈ എല്ലാ ഗുണങ്ങളും സ്വന്തമായി സ്വായത്തമാക്കാനുള്ള കഴിവ് നേടുക എന്നുള്ളതാണ് തപസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്തരത്തിലുള്ള ഗുണങ്ങൾ, ഈ മൂല്യങ്ങൾ വ്യക്തിയുടെ ജീവിതത്തിൽ നിന്ന് ആരംഭിക്കുന്ന, വ്യക്തി ജീവിതത്തിലൂടെ, കുടുംബ ജീവിതത്തിലൂടെ, സമൂഹ ജീവിതത്തിലൂടെ രാഷ്ട്ര ജീവിതത്തിലേക്ക് എത്തിക്കണമെന്നുള്ളതാണ്. അതുവഴിയാണ് ഈ നേരത്തെ പറഞ്ഞിട്ടുള്ള എല്ലാവിധ നേട്ടങ്ങളും ഉണ്ടാകാൻ പോകുന്നത്. ഈ സ്വജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പകർത്തുക എന്നുള്ളതാണ്. നിങ്ങൾ നോക്കൂ, ഭാരതത്തിന്റെ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പഠിക്കാൻ നിങ്ങൾക്ക് സർവകലാശാലയിലെ ഗ്രന്ഥത്താളുകളിലൂടെ മറിച്ചു നോക്കേണ്ടതില്ല. മറിച്ച് ഭാരതത്തിൽ ഒരുപക്ഷെ റോമൻ, ഗ്രീക്ക് സംസ്കൃതിയെക്കുറിച്ച് പഠിക്കാൻ അവിടുത്തെ സർവകലാശാലകളിലെ ഗ്രന്ഥത്താളുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഗ്രന്ഥകാരൻ എഴുതിയിട്ടുള്ള മറ്റു പുസ്തകങ്ങളിലോ നോക്കേണ്ടി വരും. പക്ഷെ ഭാരതത്തിൽ ഈ സനാതന ധർമ്മം അല്ലെങ്കിൽ മൂല്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് യോഗ്യാൽ മതി. കുടുംബം എന്നുള്ള സങ്കല്പം ഭാരതീയ സങ്കല്പം. മാതാപിതാ ഗുരു ദൈവം എന്നുള്ള സങ്കല്പം. ദൈവം എന്നുള്ളതിന് വിശ്വാസമുള്ളവരും വിശ്വാസമില്ലാത്തവരും ഇവിടെ ഉണ്ടാവും. ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറിച്ച് മാതാവിന് പ്രാധാന്യം കൊടുക്കുന്നു, പിതാവിന് പ്രാധാന്യം കൊടുക്കുന്നു, അതേപോലെ ഗുരുവിന് പ്രാധാന്യം കൊടുക്കുന്നു. മാതാ പിതാ ഗുരു ദൈവം. നമ്മുടെ മൂല്യങ്ങൾ നിലനിൽക്കുന്നത് വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലുമാണ്. ആ കുടുംബജീവിതത്തിലുള്ള മൂല്യം സ്വാഭാവികമായും സമൂഹത്തിലും രാഷ്ട്ര ജീവിതത്തിലും സ്വാഭാവികത്തിലും പകരുന്നുണ്ടാകും. പക്ഷെ നമ്മുടെ കുടുംബജീവിതത്തിലുള്ള മൂല്യങ്ങൾക്ക് ചില അപജയങ്ങളും ജീർണതകളും സംഭവിക്കുന്നത് കൊണ്ട് നമുക്ക് പലതും നമുക്ക് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നില്ല. അവിടെയൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മൂല്യങ്ങളുടെ തകർച്ച കൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത് സ്വയം ജീവിതത്തിൽ പകർത്തുക എന്നതായിരുന്നു സനാതന ധർമ്മത്തിലൂടെ നമ്മുടെ ഋഷീശ്വരന്മാര് ഉദ്ദേശിച്ചത്. അത് ആ തരത്തിൽ ഈ സനാതന മൂല്യങ്ങള് സ്വന്തം ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് സംസ്കൃത ചിത്തരായിട്ടുള്ള ആളുകൾ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ ഈ സിന്ധു നദീ തീരത്തും അതുപോലെ ഭാരതത്തിലും ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ശാസ്ത്രം അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിലാർക്കും തർക്കമില്ല.
അതുകൊണ്ട് ഇപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നത് ഈ സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുകയല്ല വേണ്ടത്. ഈ സനാതന ധർമ്മത്തിന്റെ ജീർണതയും അപജയവും പരിഹരിച്ചുകൊണ്ട് കൂടുതൽ ജാജ്വല്യമായിട്ട് ശാശ്വതമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം. സനാതന ധർമ്മം എന്ന് പറയുന്നത് വേദാന്തങ്ങളുടെ ചിരന്തരമായ മൂല്യങ്ങളാണ്. ആ മൂല്യങ്ങൾ ആ മൂല്യങ്ങളെ നമ്മൾ മുറുകെ പിടിക്കാൻ തയ്യാറാകണം എന്നുള്ളതാണ്. ഈ നമ്മുടെ ശ്യാംകുമാർ ജി സൂചിപ്പിച്ചു അതിനെ ഉന്മൂലനം ചെയ്യണമെന്നാണ്. എനിക്കതിനോട് ശക്തമായ വിയോജിപ്പുണ്ട്. സനാതന ധർമ്മത്തെ ഉന്മൂലനം ചെയ്യുന്നതിനോടല്ല എനിക്ക്, അതിനോട് മാത്രമല്ല എന്നെ വിയോജിപ്പ്. ഉന്മൂലനം എന്ന സിദ്ധാന്തത്തോടെ എനിക്ക് വിയോജിപ്പാണ്. ഉന്മൂലനമല്ല ആവശ്യം, അതൊക്കെ കാലഹരണപ്പെട്ടു പോയിരിക്കുന്നു. ഉന്മൂലനത്തെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. നമ്മുടെ പുതിയ ഭാരതത്തിൽ തന്നെ നവനവമായ ചിന്തകൾ വന്നിട്ടുണ്ട്. ഈ സഹസ്രാബ്ദങ്ങളായിട്ടുള്ള നമ്മുടെ ഈ പ്രവാഹം ഉണ്ടല്ലോ, ആ പ്രവാഹത്തിൽ പല ജീർണതകളും അപജയങ്ങളും സംഭവിച്ചെങ്കിലും അതൊക്കെ നമ്മുടെ ശുദ്ധീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിൻ്റെ ആയാലും പ്രകൃതിയുടേതായാലും താളവും ലയവും അത് തെറ്റുമ്പോൾ, താളം തെറ്റുമ്പോൾ ഈ പ്രപഞ്ചത്തെയും നമ്മളെല്ലാം നിലനിർത്തുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു താളമുണ്ട്, ലയമുണ്ട്. അതിനാണ് ധർമ്മം എന്ന് മൂല്യങ്ങൾ എന്ന് പറയുന്നത്, ധർമ്മം എന്ന് പറയുന്നത്. ഈ താളം തെറ്റുമ്പോഴാണ്, താളം തെറ്റുന്നതിനെ നമ്മളെന്ന് പറയുന്നു അധർമ്മം എന്ന് പറയുന്നത്. ഈ താളം തെറ്റുന്നതിനെ അധർമ്മം എന്നാണ് പറയുന്നത്. അപ്പൊ ആ അധർമ്മം സംഭവിക്കുന്ന സമയത്ത് പ്രകൃതി തന്നെ അതിന് പ്രതിരോധം സൃഷ്ടിക്കാറുണ്ട്. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ പറയുന്നത് പരിത്രാണായ സാധൂനാം വിനാശായ ദുഷ്കൃതം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ഗ്ലാനി സംഭവിക്കുന്നു. അവിടെ അവതാരങ്ങൾ ഉണ്ടാകുമെന്നുള്ള അവതാരങ്ങൾ എന്നുള്ളത് നിങ്ങൾ ദൈവത്തിന്റെ ആ രീതിയിൽ കാണേണ്ടതില്ല. അവിടെ നമ്മുടെ രാജ്യത്ത് അവതരിച്ചത് നമ്മുടെ സന്യാസി ശ്രേഷ്ഠന്മാരും നവോത്ഥാന നായകന്മാരുമാണ്. കേരളത്തിൽ ശ്രീനാരായണ ഗുരുദേവരും അയ്യ വൈകുണ്ഠസ്വാമിയും ചട്ടമ്പി സ്വാമികളും അതുപോലെ തന്നെ പണ്ഡിറ്റ് കറുപ്പരും അയ്യൻ തുടങ്ങിയ ആധ്യാത്മിക ആചാര്യന്മാരും അതുപോലെ തന്നെ സാമൂഹ്യ പരിഷ്കർത്താക്കളുമാണ്. അവര് ഈ ഉണ്ടായിട്ടുള്ള ജീർണതക്ക് അപജയത്തിന് പരിഹാരം കണ്ടെത്തി വീണ്ടും നിർമ്മലമായിട്ട് ഒഴുക്കി ഈ പ്രവാഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു. അതിലൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് പ്രധാനമായിട്ടും ഇവിടെ വന്നിട്ടുള്ളത് അതുകൂടി പറഞ്ഞാൽ നിർത്താം. ചാതുർവർണ്ണ്യം അതാണ്. ബാക്കിയെല്ലാം സുനിൽ മാഷ് അംഗീകരിച്ചതാണ്. ആകെ വിയോജിപ്പ് വന്നത് ഇത് ചാതുർവർണ്ണ്യമാണ്, വർണ്ണാശ്രമമാണ് എന്നുള്ളത്. പക്ഷേ ആ വർണ്ണാശ്രമത്തെക്കുറിച്ച് ഞങ്ങളുടെ അഭിപ്രായം വർണ്ണാശ്രമം നല്ലതാണ്. പക്ഷെ വർണ്ണാശ്രമം ജാതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഈ വർണ്ണാശ്രമം എന്നുള്ളത് ലോകത്തിൽ ഇന്ന് നിലനിൽക്കുന്ന മനുഷ്യനെ ഏറ്റവും ശാസ്ത്രീയമായ മനുഷ്യനെ ഈ ശ്രേണിയായി തിരിക്കുന്ന സംവിധാനമാണ് വർണ്ണാശ്രമം. കമ്മ്യൂണിസം മനുഷ്യനെ വേർതിരിക്കുന്നത് ഉള്ളവനും ഇല്ലാത്തവനും തമ്മിൽ രണ്ട് വിഭാഗമായിട്ട് വേർതിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ആ അർത്ഥത്തിൽ ശരിയായിരിക്കാം. പക്ഷേ ഈ വർണ്ണാശ്രമം എന്നുള്ള നിലയിൽ, ചാതുർവർണ്ണ്യം എന്നുള്ള നിലയിൽ ഈ മനുഷ്യന്റെ ശ്രേണീകരണം ഉണ്ടായിട്ടുണ്ട്. 4 ശ്രേണി. ഇത് ശാസ്ത്രീയമായ ശ്രേണിയാണ്. ഈ ശാസ്ത്രീയമായ ശ്രേണി തിരിക്കൽ ബദലായിട്ട് ലോകത്ത് ഏത് സംവിധാനമുണ്ട് എന്ന് അറിഞ്ഞാൽ കൊള്ളാം. ഇതെന്താ? 1 ബ്രാഹ്മണൻ, 2 ക്ഷത്രിയൻ, 3 വൈശ്യൻ, 4 ശൂദ്രൻ. ഇത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ചാതുർവർണ്ണ്യമയ സൃഷ്ടം ഗുണകർമ്മ വിഭാഗം. നിങ്ങൾ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത്, അതിൽ ഞാൻ ആ ശ്ലോകത്തിലേക്ക് സമയക്കുറവ് കൊണ്ട് ആ ശ്ലോകത്തിലേക്കൊന്നും പോകുന്നില്ല. നമ്മൾ ജനിക്കുന്നത് മുഴുവൻ ശൂദ്രനായിട്ടാണ്. പക്ഷെ ശൂദ്രനായി ജനിച്ചു കഴിഞ്ഞാൽ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് വൈശ്യനാവാം, ക്ഷത്രിയനാവാം, ബ്രാഹ്മണനാവാം. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഞാൻ നേരെ സൂചിപ്പിച്ചല്ലോ, അറിവിന്റെ ബുദ്ധിയുടെ കേന്ദ്രമായിട്ട് സമൂഹത്തെ ബുദ്ധിപരമായിട്ടും അറിവിന്റെ അടിസ്ഥാനത്തിൽ ബുദ്ധിപരമായിട്ട് നേതൃത്വം നൽകുന്ന ആളാണ് ബ്രാഹ്മണൻ. അല്ലാണ്ട് ശങ്കര നമ്പൂതിരി പൂണൂലിട്ട ആളാണ് ഈ ബ്രാഹ്മണൻ എന്ന് നിങ്ങൾ ധരിക്കരുത് ദയവ് ചെയ്ത്. നിങ്ങൾ നോക്കൂ, ഇന്ത്യയിൽ എവിടെയെങ്കിലും ബ്രാഹ്മണൻ എന്ന ജാതി ഉണ്ടോ? നമ്പൂതിരി ഉണ്ട്. ബ്രാഹ്മണൻ എന്ന വിഭാഗം ഉണ്ടോ? നമ്പൂതിരി ഉണ്ട്, ദ്വിജനുണ്ട്, മറ്റെന്താ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ബ്രാഹ്മണൻ എന്നുള്ള ജാതിയില്ല. അതുപോലെ തന്നെ സമൂഹ സംരക്ഷണമാണ് ക്ഷത്രിയൻ. സമൂഹത്തിന്റെ സംരക്ഷണം, അത് ഭരണതലത്തിലായാലും സൈനിക തലത്തിലായാലും അവരാണ് ക്ഷത്രിയന്മാരെന്ന് പറയുന്നത്.
മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടത് ഉൽപ്പാദിപ്പിക്കുന്ന, അത് കൃഷിയായാലും വ്യാപാരമായാലും വാണിജ്യമായാലും ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണ് വൈശ്യൻ എന്ന് പറയുന്നത്. ഈ 3 വിഭാഗത്തിനും വേണ്ടി സേവനം ചെയ്യുന്ന ആളാണ് ശൂദ്രൻ. ഇത് നമ്മുടെ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് ആരോഗ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ഡോക്ടർ ഒരു ശ്രേണിയാണ്. അതുപോലെ തന്നെ കോടതിയിൽ കേസ് വാദിക്കുന്ന അഭിഭാഷകര്, സ്കൂളിൽ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന അധ്യാപകര്, ശ്രേണികളുണ്ടല്ലോ. ഈ അടിസ്ഥാനത്തിൽ ഈ ഗുണത്തിന്റെയും കർമ്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വർണ്ണം നിശ്ചയിച്ചിട്ടുള്ളത്, അല്ലാതെ ജന്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല. അതുകൊണ്ട് ഒരു കാര്യം സൂചിപ്പിക്കുന്നത്, ഞാൻ ചോദിക്കാം, അതിന് എത്ര ഉദാഹരണങ്ങളുണ്ട്? ഞാനീ പറഞ്ഞത് ശരിയാണ് എന്ന് ശ്രീ ശ്യാംകുമാർജിയുടെ മഹാഭാരതമൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അത് നന്നായി എന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, ഈ വേദം 4 പകർത്തിട്ടുള്ള വ്യാസൻ മുക്കുവസ്ത്രീയുടെ മകനാണ്. വ്യാസൻ ജന്മം കൊണ്ട് ആരായിരിക്കും? OBC-യാണ്. പക്ഷെ കർമ്മം കൊണ്ട് അദ്ദേഹം ജഗദ്ഗുരുവായിട്ട് മാറി. നമ്മുടെ വിശ്വാമിത്ര മഹർഷി, വാൽമീകി മഹർഷി യത്നാകരനാണ്, കാട്ടാളൻ ഗുണം കൊണ്ടും കർമ്മം കൊണ്ടും മഹർഷിയായിട്ട് മാറി. അതുപോലെ വിതുരർ എന്ന് പറയുന്ന ശൂദ്രനാണ്, ജന്മം കൊണ്ട് ശൂദ്രനാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം ബ്രാഹ്മണനായിട്ട് മാറി. വിശ്വാമിത്രൻ ക്ഷത്രിയനാണ്, ജന്മം കൊണ്ട് ക്ഷത്രിയൻ എന്ന് പറയാൻ സാധിക്കും. പക്ഷേ ആ പാണ്ഡിത്യം കൊണ്ട് അദ്ദേഹം ഋഷിയായിട്ട് മാറി. ഇനി ചന്ദ്രഗുപ്ത മൗര്യൻ ദാസിയുടെ മകനാണ്, അയാൾ രാജാവായിട്ട് മാറി, ക്ഷത്രിയനായിട്ട് മാറി. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദി ജന്മം കൊണ്ട് അയാൾ OBC-യാണ്, എന്നാൽ കർമ്മം കൊണ്ട് അയാൾ ക്ഷത്രിയനാണ്. ശ്രീമാൻ ബഹുമാനായ നമ്മുടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ജന്മം കൊണ്ട് അദ്ദേഹം ഒരുപക്ഷെ OBC ആയിരിക്കും, പക്ഷെ കർമ്മം കൊണ്ട് അദ്ദേഹം ക്ഷത്രിയനാണ്. പുലയനാർ കോട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് തിരുവനന്തപുരത്ത്. അവിടെ പുലയനായി ഞാൻ ആ പദം ഉപയോഗിക്കുന്നത് നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്, അവിടെ പുലയൻ എന്ന വിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു രാജാവായി മാറിയത്. അത് അവരുടെ മാത്രം രാജാവല്ല, എല്ലാവരുടെയും രാജാവ്. അതുകൊണ്ട് ഗുണത്തിന്റെ അടിസ്ഥാനത്തിൽ, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ ആളുകൾക്ക് മാറാവുന്നതായിരുന്നു. അത് മനുഷ്യന്റെ ഗുണത്തിനും കർമ്മത്തിനും ഒരു ശരിയായി തിരിച്ചു എന്ന് മാത്രമാണ്. പക്ഷെ മധ്യകാലത്തും ബ്രിട്ടീഷ് കാലത്തും ഇത് ജാതിയായിട്ട് മാറി. അതുകൊണ്ട് ജീർണത സംഭവിച്ചു. ആ ജീർണത പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രിയമുള്ളവരെ നമ്മുടെ ഋഷിവര്യന്മാരും അതുപോലെ തന്നെ നമ്മുടെ നവോത്ഥാന നായകന്മാരും നമ്മുടെ മുന്നിൽ ജന്മമെടുത്തിട്ടുള്ളത്. പക്ഷെ അതുകൊണ്ട് എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോ ഈ ജാതി വ്യവസ്ഥ, ഉച്ചനീചത്വങ്ങളുണ്ടായി, അതിന് പേരിൽ ഉച്ചനീചത്വങ്ങളുണ്ടായി, അൺടച്ചബിലിറ്റി ഉണ്ടായി, അങ്ങനെ അനാചാരങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, ഉച്ചനീചത്വങ്ങൾ ജാതീയതയുടെ പേരിലുണ്ടായി. പക്ഷെ അതിനെ മുഴുവൻ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു സമൂഹമാക്കി മാറ്റാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സാമൂഹ്യ പരിഷ്കർത്താക്കളും നവോത്ഥാന നായകന്മാരും ആധ്യാത്മിക ആചാര്യന്മാരും ചെയ്തത്. അക്കാര്യത്തിൽ അവർ വിജയിച്ചിട്ടുണ്ട്. 1897 ഗാന്ധാലയം എന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളത്തെ 1937 ഗാന്ധിജി തിരുവനന്തപുരത്ത് വന്നിട്ട് പറഞ്ഞു, ക്ഷേത്രപ്രവേശന വിളംബരത്തിൽ അനുമോദനം നടത്താൻ വേണ്ടി ഗാന്ധിജി വന്നപ്പോൾ പറഞ്ഞു, കേരളം തീർത്ഥാലയമാണ് എന്ന് ഗാന്ധിജി പറഞ്ഞു. വിവേകാനന്ദൻ 40 കൊല്ലം മുമ്പ് പറഞ്ഞു ഭ്രാന്താലയമാണ്. ഗാന്ധാലയമാണെന്ന് വിവേകാനന്ദൻ വിശേഷിപ്പിച്ച കേരളത്തെ തീർത്ഥാലയമാക്കി മാറ്റിയത് നമ്മുടെ സാമൂഹ്യ പരിഷ്കർത്താക്കളാണ്. ശ്രീനാരായണ ഗുരുദേവനാണ്. പക്ഷേ ഈ സാമൂഹ്യ വിപ്ലവം നടപ്പാക്കുമ്പോൾ ഒരു തുള്ളി രക്തം പോലും ഒഴുകിയില്ല. രക്തരഹിത വിപ്ലവത്തിലൂടെയാണ് ലോകം കണ്ട ഏറ്റവും വലിയ സാമൂഹ്യ വിപ്ലവത്തിന് കേരളം സാക്ഷ്യം വഹിച്ചത്. ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു, സനാതന ധർമ്മം അത് ഉന്മൂലനം ചെയ്യേണ്ടതല്ല, നിലനിർത്തേണ്ടതാണ്. കേരളത്തിലെയും ഭാരതത്തിലെയും മാനവന് മാത്രമല്ല, ലോകത്തെ മാനവ സമൂഹത്തെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ദിശാബോധം നൽകുന്ന, വെളിച്ചം നൽകുന്ന, വിശ്വത്തോളം വിശാലമായിട്ടുള്ള സമഗ്രമായിട്ടുള്ള ഒരു ജീവിത ദർശനമാണ് സനാതന ധർമ്മം എന്ന് പറയുന്നത്. പക്ഷേ ഈ ജാതീയതയെ കാണിച്ചിട്ട്, എവിടെയെങ്കിലും ഒരു ന്യൂനത കാണിച്ച്, ഈ ന്യൂനതയുടെ അടിസ്ഥാനത്തിൽ ഇതിനെ ഉന്മൂലനം ചെയ്യണം എന്ന് പറയുന്നത് ശരിയാണ്. അങ്ങനെയാണ് ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയത്തെ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? രാഷ്ട്രീയത്തിൽ എന്തൊക്കെ
ആശാസ്യമല്ലാത്ത എന്തൊക്കെ നടക്കുന്നുണ്ട്, അഴിമതി നടക്കുന്നുണ്ട്, എന്തൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് വിദ്യാർത്ഥി രാഷ്ട്രീയം, ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണമെന്ന ആവശ്യക്കാരനാണ്, ഞാൻ അഭിപ്രായക്കാരനാണ്. പക്ഷേ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ഇതിനെ എതിർക്കുന്നത് ക്യാമ്പസിനകത്തുള്ള സംഘർഷവും കൊലപാതകവുമാണ്. പക്ഷെ ഈ കൊലപാതകം, സംഘർഷം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അഴിമതിയും സ്വജനപക്ഷപാതവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഷ്ട്രീയവും വിദ്യാർത്ഥി രാഷ്ട്രീയവും തെറ്റാണെന്ന് പറയാൻ സാധിക്കുമോ? ഈ രാഷ്ട്രീയത്തിൽ നിന്ന് ആശാസ്യമല്ലാത്തത് ഒഴിവാക്കുക, രാഷ്ട്രീയ രംഗത്തെ ശുദ്ധീകരിക്കുക, അല്ലാതെ രാഷ്ട്രീയം ഒഴിവാക്കണമെന്ന് പറയുന്നത് ശരിയാണോ? അതുപോലെ ഈ സനാതനധർമ്മത്തിൽ നമ്മുടെ സമൂഹത്തിന് നമുക്ക് ജീർണം സംഭവിച്ച സമയത്ത് വന്നിട്ടുള്ള ഈ ജാതീയത, അസ്പൃശ്യത, ഉച്ചനീചത്വങ്ങൾ, ഇതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സനാതന ധർമ്മത്തെ എതിർക്കുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ വീണ്ടും പറയുന്നു, എൻ്റെ അഭിപ്രായത്തിൽ ഈ സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് സങ്കുചിതമല്ല, വിശാലമാണ്, വിശ്വത്തോളം വിശാലമാണ്, സമദൃഷ്ടിയോടുകൂടി കാണാൻ സാധിക്കുന്നതാണ്. സമൂഹം മാറുന്ന സമൂഹവും മായാത്ത മൂല്യങ്ങളുമാണ്. ആ മൂല്യങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ മാത്രമേ മനുഷ്യനായി ജീവിക്കാൻ സാധിക്കൂ. അതുകൊണ്ട് സനാതന ധർമ്മം എന്നുള്ളത് മാനവിക ധർമ്മമാണ്. ഈ മൂല്യങ്ങളില്ലാത്ത സമൂഹം മാനവനെ ദാനവനാക്കി മാറ്റും, അസുരനാക്കി മാറ്റും. അതുകൊണ്ട് സനാതന ധർമ്മത്തെ സംരക്ഷിക്കുക എന്നുള്ളതാണ് ഈ നമ്മുടെ ഓരോരുത്തരുടെയും ചുമതല, ബാധ്യത എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് മറ്റൊരൊക്കെ പറയുന്നത് പോലെ ഇതൊരു ഏതെങ്കിലും ഒരു സംഘടനയുടെ മാത്രം ഒരു തത്വശാസ്ത്രമോ പ്രത്യയശാസ്ത്രമോ അല്ല. ഈ മുഴുവൻ ഭാരതത്തിനും ലോകത്തിനും മാതൃകയായിട്ടുള്ള ഒരു ദർശനമാണ് എന്ന് മനസ്സിലാക്കാനും അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി എല്ലാവരും തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത്. ഏതായാലും ഞാൻ നീട്ടുന്നില്ല. ഒരുപക്ഷെ നമ്മുടെ അതിഥി എന്നുള്ള നിലക്കായിരിക്കും ഒരുപക്ഷെ അവിടുന്ന് ബെല്ലുകളൊന്നും വരാതിരിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ഞാൻ നിർത്താൻ വേണ്ടി പോവുകയാണ്. ഒരു കാര്യം വീണ്ടും പറയുന്നു, ഇത്തരമൊരു സംവാദം സംഘടിപ്പിക്കുകയും എന്നെ പോലുള്ള ഒരാളെ, തികച്ചും വ്യത്യസ്തമായ ചിന്താധാരയുള്ള ഒരാളെ ഇതിന് വിളിക്കുകയും അഭിപ്രായം പറയാൻ അവസരം നൽകുകയും ചെയ്തിട്ടുള്ള ഈ CPI സംസ്ഥാന നേതൃത്വത്തോടും സംഘാടക സമിതി ഭാരവാഹികളോടും എനിക്കുള്ള നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാനിവിടെ വരുന്നതിന് മുമ്പ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ എവിടെയാണ് പോണത്, ശ്രോതാക്കൾ ആരായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഏതായാലും എനിക്ക് സുസ്മേരവദനായിട്ടുള്ള ഒരു ശ്രോതാക്കളെയാണ് ഞാൻ കാണുന്നത്. അത് അംഗീകരിച്ചാലും എതിർത്താലും ശരി, നമ്മുടെ ഈ സഹിഷ്ണുത എന്നൊക്കെ പറയുന്നുണ്ടല്ലോ മലയാള ഭാഷയിൽ, ഒരു സഹിഷ്ണുതയുള്ള ഒരു നിറഞ്ഞ സദസ്സാണ് എൻ്റെ മുന്നിലുള്ളത് എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ ഈ സഹിഷ്ണുതയ്ക്ക് മുന്നിൽ ഞാൻ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിങ്ങൾക്കും എൻ്റെ അകൈതവമായ നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. നേരത്തെ ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ പറഞ്ഞത് ചോദ്യോത്തരമുണ്ട്. ഞാൻ ഉദ്ഘാടനം ചെയ്യുന്ന ഒരു പരിപാടി ഈ കോർപ്പറേഷൻ ഓഫീസിൻ്റെ മുന്നിൽ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതായാലും ഇപ്പം എനിക്ക് ചോദ്യത്തിന് ഉത്തരം പറയാൻ സമയമില്ല. അതുകൊണ്ട് നിങ്ങളെയൊക്കെ അനുവാദത്തോടു കൂടി പോകണമെന്ന് ആഗ്രഹിക്കുന്നത്. ഞാൻ 6 മണിക്കാണ് പരിപാടി വെച്ചത്. പക്ഷെ നമ്മുടെ പരിപാടി കുറച്ച് വൈകിയത് കൊണ്ടാണ്. അതുകൊണ്ട് നിങ്ങളോട് ക്ഷമാപണം ചോദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നിങ്ങൾക്ക് നമസ്കാരം. ഈ ഉപനിഷത്തിൽ ഒരു വചനമുണ്ട്, ഭദ്രം കർണേഭി ശൃണുയാം. വളരെ ശ്രദ്ധയോടെ കേൾക്കുന്നതിന് സദസ്സിന് എൻ്റെ പ്രത്യേകമായ കൃതജ്ഞത അറിയിക്കുന്നു. പക്ഷെ ഇവിടെ സൂചിപ്പിച്ച വിഷയങ്ങളിൽ ചില കാര്യങ്ങൾ പറയാതെ നിവൃത്തിയില്ലാത്തത് കൊണ്ട്, ഒന്ന്, സനാതന ധർമ്മം = നാരായണ ഗുരു എന്ന് പറയുന്ന ഒരു സമവാക്യം എത്രത്തോളം ശരിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അത് സുനിൽ മാഷ് കൂടുതൽ വ്യക്തമാക്കുന്നതുകൊണ്ട് ആ വിഷയത്തിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ മറ്റു ചില കാര്യങ്ങളിലെ വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങൾ മോഡറേറ്റർ എന്ന നിലയ്ക്ക് ഇടപെട്ടുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതൊന്ന്, ശ്രീനാരായണ ധർമ്മം എന്ന കൃതി നാരായണ ഗുരുസ്വാമികൾ എഴുതി എന്നുള്ള പ്രസ്താവന തെറ്റാണ്. നാരായണ ഗുരുസ്വാമികൾ ശ്രീനാരായണ ധർമ്മം അല്ലെങ്കിൽ ശ്രീനാരായണ സ്മൃതി എന്ന പുസ്തകം നാരായണ ഗുരുസ്വാമികൾ എഴുതിയിട്ടില്ല.
പിൽക്കാലത്ത് തൻ്റെ ശിഷ്യന്മാരാരോ എഴുതി നാരായണ ഗുരുവിൻ്റെ പേരിൽ പ്രചരിപ്പിക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ശ്രീനാരായണ ധർമ്മം എന്ന കൃതി നാരായണ ഗുരു എഴുതിയതല്ല എന്ന് ഊന്നി പറയാൻ ആഗ്രഹിക്കുന്നു. 2, സനാതന ധർമ്മത്തിന്റെ ആധാരം വേദങ്ങളാണെന്ന് പറഞ്ഞു. ഈ സനാതന ധർമ്മത്തിന്റെ ആധാരമായ ഋഗ്വേദത്തിലാണ് പറയുന്നത്, ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹുരാജന്യകൃതഃ ഊരു തദസ്യ വൈശ്യഃ പദ്ഭ്യാം ശൂദ്ര അജായത എന്ന് പറഞ്ഞത് ഋഗ്വേദത്തിലാണ്. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായെന്നും കാലിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായെന്ന് പറഞ്ഞത് ഋഗ്വേദത്തിലാണ്. തന്നെയല്ല, ഭാഗവത പുരാണം എന്ന് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പുരാണമുണ്ട്. ഇവിടെ സൂചിപ്പിച്ചത് ഈ വിരാട് പുരുഷന്റെ അംഗങ്ങളിൽ നിന്നുണ്ടാകുന്നവരെല്ലാം തുല്യരാണെന്നുള്ള നിലയ്ക്കാണല്ലോ. പക്ഷേ വളരെ വ്യക്തമായിട്ട് ഭാഗവത പുരാണത്തിൽ പറയുന്നത് വർണ്ണാനാം ആശ്രമാണാം ച ജന്മഭൂമ്യനുസാരണി ആസൻ പ്രകൃതയോ നൃണാം നീജൈർ നീജോത്തമോത്തമൈഹിന. അതായത് വിരാട് പുരുഷന്റെ ഉത്തമാംഗമായ ശിരസിൽ നിന്നുണ്ടായ ബ്രാഹ്മണർ ഉത്തമരും പാദത്തിൽ നിന്നുണ്ടായ ശൂദ്രർ അധമരുമാണ് എന്നാണ് ഭാഗവത പുരാണത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ ചാതുർവർണ്ണയത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് എല്ലാവരും ഒന്നും മഹത്താണെന്നും തുല്യരാണെന്നും പറയുന്ന വാദം വിദണ്ഡവാദം മാത്രമാണ്. ഇനി ഈ വേദാന്തത്തിലെ സനാതന തത്വത്തെ പറ്റി ഇവിടെ സൂചിപ്പിച്ചല്ലോ. വേദാന്തത്തിലെല്ലാം ഭയങ്കര സനാതന ആശയങ്ങളാണ്, ലോകത്തിന് ഏറ്റെടുക്കാവുന്ന മഹത്തായ ആശയങ്ങളാണെന്നാണ് പറഞ്ഞത്. നിങ്ങൾ നോക്കൂ, ശങ്കരാചാര്യൻ എഴുതിയ വേദാന്ത സൂത്രം അല്ലെങ്കിൽ ബ്രഹ്മസൂത്രത്തിൽ പറയുന്നത് എന്താണ്? ഇതശ്ച ന ശൂദ്രസ്യ അധികാരഃ യദസ്യ സ്മൃതേഃ ശ്രവണാധ്യയനാർത്ഥ പ്രതിഷേധോ ഭവതി. ശൂദ്രൻ എന്തില്ല? വേദം പഠിക്കാൻ അധികാരമില്ല. ശൂദ്രൻ വേദം പഠിച്ചാൽ എന്ത് ചെയ്യണം? ശ്രവണ പ്രതിഷേധസ്താവത് അധഹാസ്യ വേദമുപസൃണത ത്രഭുജതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം ഇതി പദ്യുഹവ ഏതശ്മശാനം യത് ശൂദ്രത്തസ്മാത് ശൂദ്രസമീപേനാദ്യതവ്യം ഇതി ച. ശൂദ്രൻ സഞ്ചരിക്കുന്ന ഒരു പട്ടടയായതിനാൽ ശൂദ്രന്റെ സമീപം വേദം ഉച്ചരിക്കരുത് എന്നാണ് ഏറ്റവും വലിയ അദ്വൈത ഭാഷ്യകാരനായ ശങ്കരാചാര്യർ പറയുന്നത്. പിന്നെ വേദാന്തത്തിൽ എന്ത് സനാതന തത്വം ഉണ്ടെന്നാണ് പറയുന്നത്? നോക്കൂ, ഡോക്ടർ ബി ആർ അംബേദ്കർ എന്താണ് പറഞ്ഞത്? ഏതൊരു യുക്തിയെ നിഷേധിക്കുന്ന, ധാർമ്മികതയുടെ ഏതൊരു ഭാഗവും നിഷേധിക്കുന്ന വേദങ്ങളും ശാസ്ത്രങ്ങളും ഡൈനാമിറ്റ് വെച്ച് തകർക്കണമെന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞത്. അല്ലാതെ ഈ ജാതി വ്യവസ്ഥയെ പുകഴ്ത്തുന്ന പുസ്തകം 4 ദിവസവും 5 ദിവസവും 16 തിരിഞ്ഞിട്ട് വിളക്ക് വെച്ച് പൂജിക്കാനല്ല പറഞ്ഞത്, നമ്മൾ മറന്നു പോകരുത്. 2, വസുദൈവ കുടുംബകം എന്ന് പറഞ്ഞു. കേൾക്കുമ്പോൾ വലിയ ആശയമാണെന്ന് തോന്നും, നമ്മളും തെറ്റിദ്ധരിക്കപ്പെടും. ഈ തേനിൽ പുഴുങ്ങി പാവയ്ക്ക തിന്നാനിരിക്കും അതുപോലെ. എന്താണ് വസുദൈവ കുടുംബത്തിന്റെ കഥ? ആടിനോട് കുറുക്കൻ ചെന്ന് പറയാണ്, പഞ്ചതന്ത്രം വായിച്ചു നോക്കിയാൽ മതി. ആടിനോട് കുറുക്കൻ ചെന്ന് പറയാണ്, വസുദൈവ കുടുംബം നമ്മളെല്ലാം ഒന്നല്ലേ, നമ്മളെല്ലാം ഒന്നല്ലേ. എന്തിനാണ് ആടിനോട് കുറുക്കൻ നമ്മളല്ല ഒരു കുടുംബമല്ലേ എന്ന് പറയുന്നത്? വളരെ വ്യക്തമാണ്. അത് ആടിന്റെ ചോര ഊറ്റി കുടിക്കുവാനുള്ള കുറുക്കന്റെ തന്ത്രം മാത്രമാണ് വസുദൈവ കുടുംബം എന്ന് പറയുന്ന ആശയം. നമുക്ക് നമ്മുടെ മുമ്പിലുള്ളത് എന്താണ്? ഇന്ത്യൻ ഭരണഘടന സ്വാതന്ത്ര്യവും സമത്വവും സാഹോദര്യവും നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ വസുദൈവ കുടുംബത്തിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യമില്ല. പുതിയ പ്രമാണം നമ്മുടെ മുമ്പിലുണ്ട്. ഈ തത്വമസിയുടെ ആഭാസമതം ഞങ്ങൾക്ക് വേണ്ട എന്നാണ് നാരായണ ഗുരുസ്വാമികളുടെ നേർശിഷ്യൻ CV കുഞ്ഞിരാമൻ പറഞ്ഞത്. ഈ തത്വമസിയുടെ ആഭാസമതം ഞങ്ങൾക്ക് വേണ്ട. നോക്കൂ, ചാന്തോക്യോപനിഷത്തിൽ തത്വമസി പറയുന്നുണ്ട്. വലിയ തത്വമാണെന്നാ പറയുന്നത്. തതു ത്വമസി, അത് നീയാകുന്നു. 2 ബ്രാഹ്മണർ കൂടുമ്പോൾ മാത്രം പറയാവുന്ന ഒരു കാര്യമാണ് തത്വമസി. ഇന്ത്യയിൽ പ്രവർത്തിച്ചിട്ടേ ഇല്ല. ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞു, ഒരു കൈയിൽ തത്വമസിയും മറുകൈയിൽ ജാതി വ്യവസ്ഥയും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിശൂന്യന് മാത്രമേ കഴിയൂ എന്നാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ഈ തത്വമസിയെ പറ്റി പറഞ്ഞത്. 2, സർവേ സന്തു നിരാമയ, ആരും ദുഃഖമില്ലാതിരിക്കട്ടെ, ആരും ദുഃഖമില്ലാതിരിക്കട്ടെ എന്ന് പറഞ്ഞ പുസ്തകം തുറന്നു നോക്കിയാൽ കാണുന്നത് മുഴുവൻ ജാതി മാത്രമേ ഉള്ളൂ. ജാതി മാത്രം, തനി ജാതി, വർണ്ണാശ്രമം തന്നെയാണ് നമ്മൾ ഈ പുസ്തകം തുറന്നാൽ കാണുന്നത്. തത്വമസി പറയുന്ന ചാന്തോക്യോപനിഷത്തിൽ എന്താണ് പറയുന്നത്? ചണ്ടാളന്മാരെ യാഗശാലയിൽ പ്രവേശിപ്പിക്കാൻ പാടില്ലെന്ന് പറയുന്നത് ഈ തത്വമസി എഴുതിയ ചാന്തോക്യോപനിഷത്തിലാണ്. ബ്രഹ്മത്തെ പറ്റി പറയും, കേൾക്കുമ്പോൾ നമ്മൾ വലിയ ആശയമാണെന്ന് തോന്നും. പക്ഷേ ബൃഹദാരണ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ ബ്രഹ്മത്തെ ശങ്കരാചാര്യർ ഇങ്ങനെ നിർവചിച്ചിരിക്കുന്നു. എന്താണ് നിർവചനം? ബ്രാഹ്മണ പുരുഷ സ്വരൂപ ഹേതുത്വാത് ബ്രഹ്മേത്യഭിധീയതേ. ബ്രാഹ്മണ
പുരുഷന്റെ സ്വരൂപത്തെ ബ്രഹ്മം എന്ന് പറയുന്നു എന്നാണ് ശങ്കരാചാര്യർ ബൃഹദാരണ്യോപനിഷത്തിന്റെ ഭാഷ്യത്തിൽ പറഞ്ഞത്. തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന അനവധി വസ്തുതകളുടെ രൂപത്തിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണ്. നോക്കൂ, ഭൂമി, ആരുടെയും ഭൂമി നമ്മൾ കീഴടക്കിയിട്ടില്ല എന്നൊക്കെയാ പറയുന്നത്. നോക്കൂ, ബ്രാഹ്മണർക്ക് ഭൂമി ദാനം കൊടുക്കാൻ പറയുന്ന എത്രയോ രേഖകളുണ്ട്. ഇന്ത്യയിലെ കീഴാളർക്ക്, ഇന്ത്യയിലെ സാധാരണക്കാരായ പാവങ്ങൾക്ക് ഒരു പിടി അരി കൊടുക്കാൻ പറയുന്ന ഏതെങ്കിലും ഒരു പുരാണം എടുത്ത് കാട്ടാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കുക. ഇന്ത്യയിലെ പാവങ്ങൾക്ക് നിങ്ങൾ ഒരു പിടി അരി കൊടുക്കണം, കഞ്ഞിവെള്ളം കൊടുക്കണം എന്ന് പറയുന്ന ഒരു വരി എടുത്തുകൊണ്ട് വരാൻ ഈ ഹിന്ദുത്വവാദികളെ ഞാൻ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നു. സനാതനധർമ്മ സമഭാവനയാണെന്ന് പറയുന്നത്. എന്ത് സമഭാവന? ഏത് സമഭാവനയെ പറ്റിയാണ് പറയുന്നത്? നോക്കൂ, ഈ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും ശബരിമലയിൽ ഒരു അബ്രാഹ്മണൻ മേൽശാന്തിയാകാൻ പറ്റുന്നില്ല. നമ്മുടെ ബഹുമാന്യനായ രാധാകൃഷ്ണ മിശ്രയുടെ കയ്യിലോട്ടൊരു കൊടിവിളക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഗുരുവായൂർ അമ്പലത്തിൽ സാമ്പാറിൽ കഷ്ണം അരിഞ്ഞിടക്കി പട്ടിണി വേണമെന്ന് നമ്മൾ പറയുക. സനാതനധർമ്മ സമഭാവനയാണ് പോലും. നദികളെ സംരക്ഷിക്കണമെന്ന് പറയുന്നു, പ്രകൃതിയെ സംരക്ഷിക്കണമെന്ന് പറയുന്നു. പറയാം, ഒരു ബ്രാഹ്മണൻ ജീവിക്കുന്ന ആവാസവസ്ഥയെ രക്ഷിക്കണമെന്ന് മാത്രമേ അയാൾ പറയൂ. ഇന്ത്യയിലെ കീഴാളരെ, ബഹുജനങ്ങളെ രക്ഷിക്കണമെന്ന് പറയുന്ന ഒരു വാക്യം ഋഗ്വേദത്തിലുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പരിപാടി ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഗോ എന്ന വാക്കിന്റെ അർത്ഥം ചരാചരങ്ങൾ എന്നാണെന്നാണ്. വേദങ്ങൾ വ്യാഖ്യാനിച്ച യാസ്കന്റെ നിരുത്വത്തിൽ ഗോ എന്ന് പറയുന്ന ചരാചരങ്ങളാണെന്ന് യാസ്കന്റെ നിരുത്വത്തിൽ എവിടെയും ആധികാരികമായ സംസ്കൃത വേദ നിഘണ്ടുവാണ് യാസ്കന്റെ നിരുക്തം. എവിടെയാണ് പറയുന്നത് ഗോ എന്ന് പറയുന്ന ചരാചരമാണെന്ന്? 14-ാം നൂറ്റാണ്ടിൽ ഋഗ്വേദത്തിന് ആധികാരികമായ ഭാഷ, സായണന്റെ ഭാഷ എടുത്ത് നോക്കൂ, ഗോ എന്ന് പറയുന്ന ചരാചരമാണ്. ഇങ്ങനെ മനുഷ്യരെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാക്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ വിഷം കഷായം പോലെ, ദശമൂലാരിഷ്ടം കുടിപ്പിക്കുന്നവരെ കുടിപ്പിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ബ്രാഹ്മണർ എന്നൊക്കെ പറഞ്ഞാൽ ബ്രാഹ്മണ്യം നേടിയവരാണ് എന്നൊക്കെയാണ് പറയുന്നത്. നോക്കൂ, വ്യവഹാരമാല എന്ന് പറയുന്ന കേരളത്തിൽ രചിക്കപ്പെട്ട പുസ്തകത്തിൽ പറയുന്നത്, ബ്രാഹ്മണനെ പോലെ പൂണൂലി ഇട്ട് നടക്കുന്ന ശൂദ്രന് രാജാവ് കഠിന ശിക്ഷ കൊടുക്കണമെന്നാണ്. രാജാവ് കഠിന എന്ന് പറഞ്ഞാൽ ഒരിക്കലും കർമ്മബ്രാഹ്മണ്യം അംഗീകരിക്കുന്നേയില്ല എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. മാതാവിന് പ്രാധാന്യം നൽകണമെന്നൊക്കെയാണ് പറയുന്നത്. മനുസ്മൃതി എടുത്തൊന്ന് വായിച്ചു നോക്കാൻ ഞാൻ ഇവരോട് അഭ്യർത്ഥിക്കുകയാണ്. മനുസ്മൃതിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയാണ് സ്ത്രീകളോട് പെരുമാറേണ്ടത്, എങ്ങനെ സ്ത്രീകളെ കാണണം എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. യസ്മൈ ദദ്യാ പിതാത്വേന ഭ്രാതൃവാനുമതേ പിതുഃ തം ശുശ്രൂഷേത ജീവന്തം സംസ്ഥിതം ചനലങ്കയേത്. പിതാവോ പിതാവിന്റെ അനുമതിയോടുകൂടി സഹോദരനോ സ്ത്രീയെ ആർക്ക് വിവാഹം കഴിച്ചു കൊടുക്കുന്നുവോ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം സ്ത്രീ അയാളെ ശുശ്രൂഷിക്കണം. ആണുങ്ങളുടെ കൈയൊക്കെ മാങ്ങ പറിക്കാൻ പോയോ? സ്ത്രീകൾ എപ്പോഴും ആണുങ്ങളുടെ കാല് കെട്ടിക്കൊണ്ടിരിക്കണം. അപ്പൊ ഇങ്ങനെ സ്ത്രീ വിരുദ്ധമായ, സ്ത്രീകളെ മനുഷ്യരായി പോലും പരിഗണിക്കാൻ, നിങ്ങൾ വിചാരിക്കും ഇത് മനുസ്മൃതിയിൽ മാത്രമാണ് പറയുന്നത്. അല്ല, ഇന്ത്യയിൽ എഴുതപ്പെട്ട ഇതിഹാസ പുരാണ പാഠങ്ങൾ ഏതെടുത്തും പരിശോധിച്ചാലും സ്ത്രീകളുടെ സേവ ആവശ്യപ്പെടുന്ന ത്രൈവർണിക പുരുഷ മേധാവിത്വമാണ് ഇതിലെല്ലാം കാണുന്നത്. ശീലാവതിയുടെ കഥ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ശീലാവതി തൻ്റെ ഭർത്താവ് കുഷ്ഠരോഗിയായിരുന്നു. ആ കുഷ്ഠരോഗിയുടെ കുഷ്ഠം പിടിച്ച വിരല് കിടക്കുന്ന ആ വിരലെടുത്തു മാറ്റി ശീലാവതി ചോറുണ്ടു എന്നാണ് ശീലാവതിയുടെ പാതിപത്യത്തിന്റെ കഥ പറഞ്ഞു വെക്കുന്നത്. ഒരു ദിവസം ശീലാവതിയുടെ ഭർത്താവ് പറഞ്ഞു, എനിക്ക് വേശ്യാലയത്തിൽ പോകണം. ഇദ്ദേഹത്തെ താങ്ങിയെടുത്തുകൊണ്ട് ശീലാവതി വേശ്യാലയത്തിൽ പോയി. ആ പാതിവൃത്യ ശക്തി കൊണ്ട് ശീലാവതിക്ക് സൂര്യനെ തടയാൻ കഴിഞ്ഞു എന്നാ പറയുന്നത്. സൂര്യനെ തടഞ്ഞിട്ട് എന്ത് കാര്യം? നമ്മുടെ നിത്യജീവിത വൃത്തി നടക്കണ്ടേ? സ്ത്രീകൾ പറഞ്ഞു, നിങ്ങൾ മാറി ചായയോട്, ഞങ്ങൾക്ക് സൂര്യനൊന്നും തടയണ്ട. പുരാണത്തിൽ പറഞ്ഞിരിക്കുന്നു, ഞാൻ ജന്മം കൊണ്ട് ബ്രാഹ്മണനാണ്, കർമ്മം കൊണ്ട് ഞാൻ ശൂദ്രനായി പോയി, പക്ഷെ ഞാൻ ജന്മം കൊണ്ട് ആരാണ്? ബ്രാഹ്മണനാണ് എന്ന് സംസ്കൃതത്തിൽ രചിക്കപ്പെട്ട അധ്യാത്മരാമായണത്തിൽ വാൽമീകി തന്നെ പറ്റി കൃത്യമായി. ഇങ്ങനെ സംസ്കൃതത്തിൽ രചിക്കപ്പെട്ടിരിക്കുന്ന ആധികാരികമായ ഗ്രന്ഥപാഠങ്ങളിൽ വ്യാസനും വാൽമീകിയും ദളിതരല്ല, ബ്രാഹ്മണർ തന്നെയാണ് എന്ന് ഈ ഗ്രന്ഥപാഠങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടും നമ്മുടെ മുമ്പിൽ നിന്ന് ബ്രാഹ്മണ്യവാദികൾ ഇവരൊക്കെ ഇങ്ങനെ ദളിതരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിലെ ദളിതർക്കിടയിലേക്ക് ഈ സനാതന ധർമ്മത്തെ അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ. വിശ്വാമിത്രന്റെ കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. വിശ്വാമിത്രൻ ബ്രാഹ്മണ്യം നേടാൻ ശ്രമിച്ചിട്ട് എന്തുണ്ടായി എന്ന് നാരായണ ഗുരുസ്വാമികൾ ചോദിക്കുന്നുണ്ട്. ഗുരുസ്വാമികൾ പറഞ്ഞു, വിശ്വാമിത്രൻ ഏതാണ്ട് ഒരങ്കുലത്തിൽ വ്യത്യാസത്തിലുള്ള, അതായത് ബ്രാഹ്മണനും ക്ഷത്രിയനും തമ്മിൽ ഒരങ്കുലം വ്യത്യാസമല്ലേ ഉള്ളൂ, ആ ഒരങ്കുലം വ്യത്യാസത്തിലുള്ള
വിശ്വാമിത്രൻ ബ്രാഹ്മണ്യം നേടാൻ ഇത്രയധികം കഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യം എന്താണ് എന്ന് നാരായണ ഗുരുസ്വാമികൾ പരിഹസിക്കുകയും മറ്റൊരിക്കൽ തന്റെ ശിഷ്യൻ പൂണൂല് വിട്ടുകൊണ്ട് നാരായണ ഗുരുസ്വാമികളുടെ മുൻപിൽ വന്നപ്പോൾ ഗുരുസ്വാമികൾ ചോദിച്ചത്, ഈ പൂണൂൽ എന്തിനു കൊള്ളാം, വേണമെങ്കിൽ താക്കോലിട്ടുകൊണ്ട് നടക്കാം എന്നാണ് ഗുരുസ്വാമികൾ ഈ പൂണൂലിനെ തന്നെ പരിഹസിച്ചത് എന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതുകൊണ്ട് സംസ്കൃത സൈദ്ധാന്തികനും സംസ്കൃതത്തിൽ കാളിദാസന്റെ കൃതികൾക്ക് ആധികാരികമായ വ്യാഖ്യാനം ചമച്ച മല്ലിനാഥൻ 14-ാം നൂറ്റാണ്ടിൽ എഴുതി, നാമൂലം ലിഖ്യതേ കിഞ്ചിത് അനപേക്ഷിതമുച്ചതേ, ആധികാരികമല്ലാത്ത ഗ്രന്ഥപാഠങ്ങൾ ഉദ്ധരിച്ചല്ലാതെ ഞാൻ ഒരു വാക്യം പോലും ഇവിടെ പറയില്ല എന്നാണ് മല്ലിനാഥൻ കാളിദാസന്റെ രഘുവംശത്തിനും കുമാരസംഭവത്തിനും എഴുതിയ കൃതിയിൽ പറഞ്ഞു വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ആധാരമാക്കുന്നത് ഗ്രന്ഥപാഠങ്ങളെയാണ്, ഗ്രന്ഥത്തെളിവുകളെയാണ്. ആ ഗ്രന്ഥത്തെളിവുകൾ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ പി.കെ. കൃഷ്ണദാസൻ ഉന്നയിച്ച വാദങ്ങളെല്ലാം സമ്പൂർണ്ണമായി സത്യവിരുദ്ധവും വാസ്തവവിരുദ്ധവുമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. തുടർന്ന് ഈ വിഷയം സംസാരിക്കുന്നതിന് പ്രിയങ്കരിയായ തനുജ എസ് ഭട്ടതിരിയെ ആദരവോടുകൂടി ക്ഷണിക്കുന്നു. കൃഷ്ണദാസ് സാറ് പോകുന്നതിന് മുമ്പ് ചോദിക്കാൻ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഒരു ചോദ്യം ശ്യാം ഇവിടെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ജന്മം കൊണ്ട് ബ്രാഹ്മണനാകുമെങ്കിൽ, കർമ്മം കൊണ്ട് ബ്രാഹ്മണനാകുമെങ്കിൽ, കർമ്മം കൊണ്ട് ബ്രാഹ്മണനല്ലാത്ത ആരെയെങ്കിലും എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നും ഇതുവരെ മേൽശാന്തിയായോ എന്തെങ്കിലും ഒരു പ്രധാന കാര്യത്തിനോ നിയമിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു ചോദിക്കണമെന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം. ബഹുമാനപ്പെട്ട വേദിക്കും സദസ്സിനും നമസ്കാരം. എന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് മേഴ്സിക്കുട്ടിയമ്മ മാമാണ് ഈ പരിപാടിയിലേക്ക് വിളിച്ചത്. പൊതുവെ ഞാൻ സാഹിത്യ സംബന്ധമായ പ്രോഗ്രാമിനും സ്ത്രീകളുടെ വിഷയങ്ങൾ സംസാരിക്കുന്നതിനുമൊക്കെയാണ് പോകുന്നത്. അപ്പൊ എനിക്ക് ആദ്യം ഒരു അത്ഭുതം തോന്നി, എന്നാലും വരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞാണ് ആരൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് ചോദിച്ചു. പേര് കേട്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. ഇത്ര പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എന്നിൽ ഒരു കോൺഫിഡൻസ് തോന്നിയതിന് ഞാൻ മാമിന് ആദ്യമേ നന്ദി പറയുകയാണ്. സനാതനധർമ്മം മാനവിക ധർമ്മമോ എന്നുള്ളതാണ് വിഷയം. സനാതനം എന്നുള്ളതിൻ്റെ അർത്ഥം ഇവിടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാഷ് സംസാരിക്കുകയുണ്ടായി. തുടർന്ന് വന്ന ശ്യാമും എല്ലാവരും അതേക്കുറിച്ച് സംസാരിച്ചു. ഒരിക്കലും നശിക്കാത്തത്, എന്നും ഉണ്ടാകുന്നത്, അത് തന്നെയാണ് സനാതനം. അപ്പോൾ എന്തൊരു ഗംഭീരമായ ആശയം അല്ലേ. ഒന്നും നശിക്കാത്തത് ഒന്നുമില്ല എന്നാണ് നമ്മളൊക്കെ പഠിച്ചത്. ദൈവം മരിക്കും, അവതാരങ്ങൾ മരിക്കും, ഭൂമി മരിക്കും, പ്രകൃതി മരിക്കും, പ്രപഞ്ചം മരിക്കും എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഒരു കാലത്തും നശിക്കാത്ത ഒരു കാര്യം എന്ന് പറയുമ്പോൾ എന്തൊരു അത്ഭുതം, എന്തൊരു ഉള്ളിലൊരു അനുഭൂതി. ഇങ്ങനെയും ഒരു കാര്യമുണ്ടല്ലോ എന്നുള്ളത് തന്നെയാണ്. പക്ഷെ ഇവിടെ ശ്യാം പറഞ്ഞതുപോലെ പുരാതന കാലത്ത് എന്തായിരുന്നു എന്ന് പറഞ്ഞ് അതിൻ്റെ തത്വങ്ങളെ കുറിച്ച് ഇന്ന് ഊറ്റം കൊള്ളാൻ അല്ലാതെ നമ്മുടെ ചുറ്റുപാടും ഇന്ന് എന്താണ് നടക്കുന്നത് എന്ന് നമ്മൾ ആലോചിച്ചില്ലെങ്കിൽ പോലും ആലോചിച്ചു പോകും. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ആ പ്രശ്നങ്ങളൊക്കെ വന്ന് നമ്മുടെ മുഖത്തടിക്കും. ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ വർണ്ണ വ്യവസ്ഥ ഇല്ല, അല്ലെങ്കിൽ ജാതി തിരിവിപ്പോൾ ഇല്ല എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ സനാതന ധർമ്മത്തിൽ പറയുന്ന പ്രധാന കാര്യം ഈ ജാതി വ്യവസ്ഥ തന്നെയാണ്. അതില്ല എന്ന് പറയുമ്പോൾ ചില പൊളിറ്റിക്കൽ അല്ലാത്ത വാക്കുകൾ, ഈയിടയ്ക്കൊന്നും ഉപയോഗിക്കാത്ത വാക്കുകൾ തന്നെ ഞാൻ ചിലപ്പോൾ ഈ സംസാരത്തിൽ ഉപയോഗിക്കാം എന്ന് തന്നെയാണ് കരുതുന്നത്. ഇപ്പോൾ പലപ്പോഴും വളരെ സ്വകാര്യ ചടങ്ങുകളിൽ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഒരു ഡോക്ടറിന്റെ മകൻ ഡോക്ടർ ആകുന്നില്ലേ, ഒരു എഞ്ചിനീയറിന്റെ മകൻ എഞ്ചിനീയർ ആകുന്നില്ലേ, ഒരു പാട്ടുകാരന്റെ മകൻ പാട്ടുകാരനാകുന്നില്ലേ, ഒരു നർത്തകിയുടെ മകൾ നൃത്തം ചെയ്യുന്നില്ലേ. അങ്ങനെയൊക്കെ ആകാമെങ്കിൽ എന്തുകൊണ്ട് അതുപോലെയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ അല്ലേ ഇത് എന്ന് ചോദിക്കാറുണ്ട്. പൂജ ചെയ്യുന്നവർ പിന്നെ പൂജ ചെയ്യുക, അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്നവർ ബിസിനസ് ചെയ്യുക. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ടത്
ഞാൻ പറയുന്നു അങ്ങനെ തന്നെയാണ്. തോട്ടിയുടെ മകൻ, നമ്മൾ പുസ്തകമൊക്കെ വായിച്ചിട്ടുണ്ട്. ഒരു തോട്ടിയുടെ മകന് തോട്ടി ആയാൽ മതിയോ? തോട്ടി എന്നുള്ള വാക്ക് പറയുന്നത് ശരിയല്ല എന്നൊക്കെ എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നമ്മൾ ഒരുമിച്ചിരുന്ന് ആലോചിക്കാൻ. നിങ്ങളിൽ ഇരിക്കുന്നവരെല്ലാം എന്നേക്കാൾ ഈ വിഷയത്തിൽ കുറിച്ച് അറിയാവുന്നവരായിരിക്കും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. തോട്ടിയുടെ മകൻ തോട്ടിയായാൽ മതിയോ? അവന് വിദ്യാഭ്യാസവും അദ്ദേഹത്തിന് വിദ്യാഭ്യാസവും അല്ലെങ്കിൽ ബാക്കി എല്ലാ കാര്യത്തിലും അയാൾ പരിശ്രമിച്ച് മുന്നോട്ടെത്തിയാലും, അയാൾക്ക് ഇനി ഒരു പക്ഷെ വേറൊരു ജോലി കിട്ടിയാലും, പൊതുവേദിയിൽ വെച്ചല്ലെങ്കിൽ, പൊതു സദസ്സിൽ വെച്ചല്ലെങ്കിൽ അയാളെ പരാമർശിക്കുന്നത് എങ്ങനെയായിരിക്കും? 2 പേർ മാത്രം സംസാരിക്കുമ്പോൾ. ഞാൻ പലപ്പോഴും മറ്റ് ജാതിക്കാരെ കുറിച്ച് ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുള്ളത് മറ്റേ ആളാണ് കേട്ടോ എന്നാണ്. മറ്റേ ആൾ, ആ മറ്റേ ആൾ എന്താണ്? മറ്റേ ആളാണ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കാര്യമൊക്കെ ശരിയാണ്, ആള് ഗംഭീരമാണ്, എല്ലാം, പക്ഷെ ആള് മറ്റേ ആളാണ്. ഇത് എവിടെ പോയാലും കാണാം. എവിടെ സ്വകാര്യമായി സംസാരിക്കുമ്പോൾ ഞാനൊക്കെ ധാരാളം കേൾക്കുന്ന ഒരു കാര്യമാണ്. അത് ഇല്ല എന്ന് അപ്പോൾ കേട്ടിട്ട് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ജാതി വ്യവസ്ഥ ഇവിടെ ഇല്ല എന്നുള്ളത് ഉണ്ട്. അത് അംഗീകരിച്ചുകൊണ്ട് മാത്രമേ അത് നമ്മൾ ഓരോരുത്തരും അതിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നോ അതുപോലെയുള്ള ഒരു ജീവിതമല്ല നമ്മൾ തുടരുന്നത് എന്നോ ഒക്കെ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ പറഞ്ഞതുപോലെ സ്ത്രീകളുടെ കാര്യം, ഈ സനാതന ധർമ്മത്തിൽ ചരിത്രത്തിലായാലും തൊട്ടു മുമ്പുള്ള കാലത്താണെങ്കിലും ഇപ്പോഴാണെങ്കിലും സ്ത്രീകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത്? ഒരുപക്ഷെ സനാതന ധർമ്മം എന്ന് സൈദ്ധാന്തികമായി പറഞ്ഞിരുന്നത് വളരെ എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്ന ഒരാശയമായിരിക്കാം. പക്ഷെ ഒന്നുകിൽ സനാതന ധർമ്മം നമ്മളെ കൈവിട്ടു പോയി, അല്ലെങ്കിൽ നമ്മൾ സനാതന ധർമ്മത്തെ കൈവിട്ടു എന്ന് തന്നെ നമ്മൾ തിരിച്ചറിയേണ്ടി വരും. അതുകൊണ്ട് സ്ത്രീകൾ, ഞാൻ കണ്ടിട്ടുള്ള കുറച്ച് സ്ത്രീകൾ, ഞാൻ വായിച്ചിട്ടുള്ള, ഞാൻ നേരിട്ട് അറിഞ്ഞിട്ടുള്ള, എൻ്റെ മുത്തശ്ശിമാർ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ത്രീകൾ സനാതന ധർമ്മത്തിനകത്ത് ഉൾപ്പെട്ടിരുന്ന സ്ത്രീകൾ അനുഭവിച്ച യാതനകൾ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഇത് സനാതന ധർമ്മമല്ല അത് മാറ്റിക്കൊണ്ടുവന്നത്. സാധാരണ മനുഷ്യർ യുദ്ധം ചെയ്ത് നേടിയതാണ്, സമരം ചെയ്ത് നേടിയതാണ്. അപ്പോൾ ഒരു പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം ആ കാലത്ത് വേണമോ? പ്രത്യേകിച്ചും ഈ പറയുന്ന ബ്രാഹ്മണ സമൂഹത്തിലാണെങ്കിലും മറ്റ് പല സമുദായങ്ങളിലാണെങ്കിലും വിദ്യാഭ്യാസം വേണമോ? അവൾ വീട്ടിലിരുന്നാൽ പോരെ? അവൾ പാചകം മാത്രം പഠിച്ചാൽ പോരെ? അവൾ അടുക്കളയിൽ നിന്ന് എന്തിനു പുറത്തിറങ്ങണം? അവൾ എന്തിനു മറ്റുള്ള മനുഷ്യരെ കാണണം? അവൾ എന്തിനാണ് പ്രായപൂർത്തിയായിട്ട് സ്വന്തം അച്ഛന്റെ മുഖം പോലും കാണേണ്ട കാര്യം എന്ത്? അമ്മയെ കണ്ട പോരെ? സ്ത്രീകളെ കണ്ട പോരെ? മകനെ തന്നെ കാണണമെങ്കിൽ അനുവാദം ചോദിച്ചിട്ട് കാണുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ എന്നുള്ളത് ചരിത്രം. സഹോദരനെ കാണണമെങ്കിൽ പോലും അനുവാദം ചോദിച്ച് നിന്നിരുന്ന സ്ത്രീകൾ ഇവിടെ ഉണ്ടായിരുന്നു. അവർ കുറച്ചൊന്നുമല്ല, ഇതിനൊന്നിനല്ല പല കാര്യത്തിന് കരഞ്ഞിട്ടുള്ളത്. 10 വയസ്സാകുമ്പോൾ വിവാഹം കഴിപ്പിക്കും. പഠിക്കാൻ ആഗ്രഹമുള്ള കുട്ടിയാണ്, പഠിക്കണം, എനിക്ക് വായിക്കണം എന്നുണ്ട്, കരഞ്ഞു പറയും വീട്ടിൽ, പക്ഷെ പഠിക്കാൻ അനുവദിക്കില്ല. വിവാഹം കഴിപ്പിക്കും. ചിലപ്പോൾ അത് 10-80 വയസ്സായിട്ടുള്ള ഒരു വൃദ്ധനെ ആയിരിക്കും. അത് വിവാഹം കഴിപ്പിക്കുന്നത് അച്ഛൻ്റെയും അമ്മയുടെയും ഒരു കർമ്മമാണ്. എല്ലാവരും ചോദിക്കും, ഇപ്പോൾ ഇത് നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഇത് നടക്കുന്നില്ലായിരിക്കും. ഇപ്പൊ നമ്മൾ പറയുന്നു, അയ്യോ 10 വയസ്സിൽ വിവാഹമോ? ആ മാനസിക ഘടന എങ്ങനെ വന്നു? ഒരു ധർമ്മവും ഒരു സംവിധാനവും കൊണ്ട് തന്നതല്ല. ഇവിടുത്തെ സാധാരണ മനുഷ്യർ, സ്ത്രീകൾ, പുരുഷന്മാർ, എല്ലാ ജാതി മതത്തിലുള്ളവർ ഇറങ്ങി നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് നമുക്കത് കിട്ടിയത്. അപ്പൊ വിവാഹം കഴിക്കുമ്പോൾ 4 ദിവസമാണ്, ചിലയിടത്ത് 16 ദിവസമാണ് വിവാഹ ചടങ്ങ്, ചിലയിടത്ത് 4 ദിവസമാണ്. അത് ഓരോരോ ഈ സമുദായങ്ങൾക്കുള്ളിൽ തന്നെ പലതരം ശ്രേണികളുണ്ട്, പലതരം തട്ടുകളുണ്ട്, അതെല്ലാം വ്യത്യസ്തമാണ്. ഇതിനിടയിൽ ഒരു ദിവസം ചിലപ്പോൾ ഈ പ്രായമുള്ള മനുഷ്യൻ മരിച്ചുപോയെന്നിരുന്നാൽ തുടർന്ന് വിവാഹ ചടങ്ങ് തുടങ്ങി. 2-3 ദിവസത്തെ വിവാഹ ചടങ്ങ് കഴിഞ്ഞു, മരിച്ചുപോയി ആള്. പക്ഷെ പെൺകുട്ടി 10-12 വയസ്സുള്ള പെൺകുട്ടി വധുവായിട്ട് അവിടെയുണ്ട്. അന്ന് ചെയ്തുകൊണ്ടിരുന്നത് ദർഭപ്പുല്ലുകൊണ്ട് പുരുഷരൂപം ഉണ്ടാക്കി ആ പെൺകുട്ടിയെ അതിനോടൊപ്പം ശയിപ്പിച്ച് അർദ്ധരാത്രി കഴിഞ്ഞിട്ട് അടുത്ത ദിവസം വിധവയാക്കുക എന്നുള്ളതാണ്. ഇത് നടന്നിട്ടില്ലാത്ത ഒരു കഥയല്ല, ഒരു നോവലൊന്നുമല്ല, അതിലെ ഭാഗമൊന്നുമല്ല പറയുന്നത്. നമ്മുടെ സമുദായത്തിൽ നടന്നിരുന്ന കാര്യം ആണ് ആ പറയുന്നത്. അങ്ങനെ അവളെ വിധവയാക്കിയതിനു ശേഷം
ജീവിതകാലം മുഴുവൻ അടുക്കളയ്ക്കുള്ളിൽ അവൾ മറ്റൊരു മുഖം കാണാതെ, മറ്റൊരു പുരുഷ മുഖം കാണാതെ അവൾ ജീവിച്ചു കൊള്ളണം എന്നുള്ളായിരുന്നു. ഇതുപോലെ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ താത്രിക്കുട്ടിമാരെ പോലെ പല സ്ത്രീകളും ഇവിടെ ഉണ്ടായി. അവരൊക്കെ പ്രതികാര ദേവതകൾ ആയി മാറുകയും ചെയ്തു. ലളിതാംബിക അന്തർജനം എഴുതിയ ഒരു കഥയാണ് പ്രതികാര ദേവത. താത്രിക്കുട്ടിയെ കുറിച്ച് എഴുതിയതാണ്. അത് എഴുതിയപ്പോ വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ കുറച്ച് പേർ ചോദിച്ചു, എന്തിനാണ് ഒരു കഥ എഴുതിയത്? ഒരു ശ്ലോകം എഴുതാമായിരുന്നല്ലോ സന്ധ്യയ്ക്ക് ജപിക്കാൻ. ഇത്തരം സ്ത്രീകളല്ലേ നിങ്ങളുടെ ആരാധ്യ മനുഷ്യർ എന്ന് ചോദിച്ചു. അതിന് അന്തർജനം വന്ന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ്: ശരിയാണ്, ഞങ്ങൾ സ്ത്രീകളെക്കാൾ കൂടുതൽ താത്രിക്കുട്ടിയെ അറിയാവുന്നത് നിങ്ങൾ പുരുഷന്മാർക്കാണല്ലോ. കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു തരൂ, ഞാനൊരു ശ്ലോകം എഴുതാം എന്നാണ് മറുപടി പറഞ്ഞത്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് സ്ത്രീകളെ ഒതുക്കിക്കൊണ്ടിരുന്നത് എന്ന് ആലോചിക്കണം. ഇവിടെ സതി സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇതെല്ലാം നമ്മുടെ ഈ സനാതന ധർമ്മമുള്ള ലോകത്തും കാലത്തുമാണ് ഇതൊക്കെ നടന്നത്. സതി സമ്പ്രദായം ഉണ്ടായിരുന്നു. പുരുഷൻ മരിക്കുമ്പോൾ, ഭർത്താവ് മരിക്കുമ്പോൾ, ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ സാവിത്രിയെ പോലെ ജീവിച്ച സ്ത്രീകൾ കൂടെ തീയിൽ ചിതയിൽ ചാടി മരിക്കണം. അത് മരിച്ചില്ലെങ്കിൽ അവൾക്ക് എന്തോ ഒരു കുറവാണ്. അയാൾക്കല്ല കുറവ്, അവൾക്ക് എന്തോ ഒരു കുറവാണ്. സതി ഉണ്ടായിരുന്നു. വൈധവ്യം അനുഭവിച്ച സ്ത്രീകൾ എത്രമാത്രം അവർ ഓരോ അകത്തളങ്ങളിലും കരഞ്ഞു തീർത്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സപത്നി ധർമ്മം, സപത്നി അത് വലിയ കേമമായിട്ടാണ് വെച്ചിരുന്നത്. ഒരാൾക്ക് 4 ഭാര്യമാര് വരെ ആകാം. അപ്പോൾ സപത്നിയായിട്ട് നമ്പൂതിരിമാരുടെ ഇടയിലെ കാര്യങ്ങളാണ്. അപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചിട്ട് ഒരു ചെറുപ്പക്കാരിയെ കൊണ്ടുവരുമ്പോൾ മൂത്ത ഭാര്യയെ അയാൾ കാണാൻ വരാതിരിക്കുമ്പോൾ അവർ താമസിക്കുന്ന നവവധുവുമായി താമസിക്കുന്ന മുറിയിൽ, അവർ ഉപയോഗിക്കുന്ന മുറിയുടെ വെളിയിൽ ചെന്ന് വാതില് തട്ടി ഒന്ന് പുറത്തു വരൂ എന്ന് ഭർത്താവിനെ വിളിക്കുന്ന സ്ത്രീ കേട്ടിട്ടുണ്ട്. ആ സ്ത്രീയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ കിണ്ടിയൊക്കെ വലിച്ചെറിയും, അവരുടെ തല പൊട്ടും. വീട്ടിൽ ഏറ്റവും എളുപ്പം കിട്ടുന്നത് കിണ്ടിയാണ്. എന്നിട്ട് അവൾ പറയുന്നത് എന്താ? നിങ്ങൾക്ക് ലൈംഗികതയുടെ താല്പര്യമാണ് സ്ത്രീകൾക്ക്, അതുകൊണ്ടാണ് പുറകെ വരുന്നത്. രതി കൂടിയിട്ട് ഈ ഭ്രാന്തെടുക്കുന്നതാണെന്നാണ് പറയുന്നത്. ഇവൾ എന്റെ ഭർത്താവിനെ മറ്റൊരു സ്ത്രീ കൊണ്ടുപോകുന്നത് കണ്ടുള്ള വിഷമത്തിൽ രാത്രിയിൽ ചെന്ന് വിളിക്കുമ്പോൾ കിണ്ടി എറിഞ്ഞിട്ട് അവളെ കൊല്ലാൻ, അങ്ങനെ മുടന്തുകാൽ വന്നവർ, തല പൊട്ടിയവർ, ചെവി കേൾക്കാതായവർ ഒക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഇടയിൽ. അങ്ങനെയൊക്കെയുള്ള സ്ത്രീകൾ ധാരാളം ഉണ്ടായിരുന്നു. അവരൊക്കെയാണ് ഭ്രാന്തിച്ചെറിയമ്മമാരെന്നും അല്ലെങ്കിൽ മറ്റ് ജലപ്പിശാച മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് മാറിയിട്ടുള്ളത്. അവർ ഒന്നുകിൽ ഭക്തിയിലോട്ട് തിരിയുമ്പോൾ എപ്പോഴും മുങ്ങിക്കുളിയും, അങ്ങനെ അവരുടെ ജീവിതം തീർക്കും. പിന്നെ ചില പെൺകുട്ടികൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, പലരും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പലരും ഒരു ദേവകി അന്തർജനം ഈയിടെ എഴുതിയതിൽ പറഞ്ഞു, വീട്ടിൽ നിൽക്കുന്ന ജോലിക്കാരികളുടെ കയ്യിൽ, അതും താഴ്ന്ന ജാതിക്കാരുടെ കയ്യിലാണ് ആർത്തവം കഴിഞ്ഞാൽ ആർത്തവ രക്തം പുരണ്ട തുണികൾ കഴുകാൻ മറ്റൊരു കുളത്തിലേക്ക് കൊടുത്തയക്കുന്നത്. ഈ വീട്ടിലെ സ്ത്രീകൾ സ്വന്തം കുളത്തിൽ, സ്വന്തം തറവാട്ടിലെ ഇല്ലത്തിലെ കുളത്തിൽ അത് കഴുകിയ അത് അശുദ്ധമാകും. അതുകൊണ്ട് അതുപോലെ കൊടുത്തയക്കുന്നത് മറ്റൊരു കുളത്തിലേക്കാണ്. അതും ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ തന്നെയാണ് നടന്നുകൊണ്ടിരുന്നത്. ഇതിനെല്ലാം അന്ത്യം വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വെറുതെ ഒരു നമുക്കൊരു ഗിഫ്റ്റ് തരുന്ന പോലെ, ഒരു സമ്മാനം കൊണ്ടുവരുന്നത് പോലെ ഒന്നുമല്ല. ഇന്നൊക്കെ നമ്മളിവിടെ സ്ത്രീകൾ ഇരിക്കുന്നുണ്ടെങ്കിലും ഇത് ഒരു സമുദായത്തിലെ കാര്യമെങ്കിൽ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ എന്തുമാത്രം അനുഭവിച്ചു, അല്ലെങ്കിൽ ഒരു ദളിത് ഫാമിലിയിലെ മനുഷ്യർ സ്ത്രീകൾ എന്തുമാത്രം അനുഭവിച്ചിട്ടുണ്ടാവും നമുക്കറിയാമല്ലോ. എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന്. ആദ്യമായി ഡിഗ്രി ലഭിച്ചിട്ട് പിന്നെ ജോലിക്ക് പോയപ്പോ കല്ല് വലിച്ചെറിഞ്ഞ് തലപൊട്ടി നിലത്ത് വീണ കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? എന്തെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളെ എല്ലാം മൊത്തം ചുറ്റിപ്പിടിക്കുന്ന സനാതനധർമ്മം എവിടെ പോയിരുന്നു എന്ന് ഞാൻ ആലോചിച്ചു പോകാറുണ്ട്. അന്തർജനം എഴുതിയ ഒരു കഥ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു പോവുകയാണ്. വളരെ ചുരുക്കിയേ പറയുന്നുള്ളൂ. ദേവിയും ആരാധകനും എന്നുള്ള ഒരു കഥയാണ്. അതിലൊരു പ്രധാന വരിയുണ്ട്. ആ വരി പറയാൻ വേണ്ടി മാത്രമാണ് ഞാനതൊന്ന് പറയുന്നത്. അത് ഞാൻ കഥ ഒട്ടും വിശദീകരിക്കുന്നില്ല. ഒരു ചെറിയ ബ്രാഹ്മണനായിരിക്കുമ്പോൾ, ഒരു ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു ദേവീക്ഷേത്രത്തിൽ വരുന്നു. അത് ഒരു പട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു. ഇദ്ദേഹം പൂജ ചെയ്ത് അതിന് വലിയ ഖ്യാതി കിട്ടുന്നു, വളരെ ഐശ്വര്യം വരുന്നു, ധാരാളം ഭക്തർ വരുന്നു. അത് വലിയൊരു ക്ഷേത്രമായി തീരുന്നു. ധാരാളം ധാരാളം സമ്പത്തുണ്ടാകുന്നു. സ്വർണമായും സ്വത്തായും സ്ഥലമായും ഒക്കെ സമ്പത്ത് വരുന്നു.
അപ്പോൾ ഒരു കുട്ടി, ഈ ബ്രാഹ്മണൻ കുട്ടിയായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി തൊഴാൻ വരും. ആ കുട്ടിക്ക് ചന്ദനം കൊടുക്കുമ്പോൾ ഈ ബ്രാഹ്മണന് തോന്നും ഇത് ഞാൻ എന്നും ഒരുക്കുന്ന ദേവിയുടെ കൈകളാണല്ലോ എന്ന് തോന്നും. ആ കുട്ടി അത് കഴിഞ്ഞതിന് ശേഷം ഒരു കുറച്ചുകൂടി വളർന്നിട്ട് വന്നു, അന്നും തോന്നി അയാൾക്ക്. പിന്നീട് ആ കുട്ടി വിവാഹം കഴിച്ചിട്ട് വന്നു, അന്നും അയാൾക്ക് തോന്നി ഇത് ഞാൻ തൊഴുന്ന ദേവി, ഞാൻ എന്നും ഒരുക്കുന്ന ആ കൽവിഗ്രഹത്തിനെ എന്നും രാവിലെ അയാൾ ഭംഗിയായിട്ട് അണിയിച്ചൊരുക്കും, അതിസുന്ദരമായിട്ട് അണിയിച്ചൊരുക്കും, അതേ കൈകളാണല്ലോ ഈ കുട്ടിക്കെന്ന് തോന്നും. പിന്നെ ആ കുട്ടി കുഞ്ഞുമായിട്ട് വന്നു, അപ്പോഴും അയാൾക്കത് തോന്നി. പിന്നെ ആ സ്ത്രീ അവസാനം വയസ്സായി തലമുടി നരച്ച് വെള്ളവസ്ത്രം എടുത്തു വന്നു, അന്നും അയാൾക്ക് തോന്നി ഈ ചന്ദനം കൊടുക്കുമ്പോൾ ഇത് ഞാൻ തൊഴുന്ന ദേവിയുടെ കൈകളാണെന്ന്. അന്ന് അയാൾ മനസ്സിലാക്കി മനുഷ്യനായിട്ട് ജീവിച്ചിരിക്കുമ്പോൾ മറ്റൊരു മനുഷ്യനെയാണ് അംഗീകരിക്കേണ്ടത്, ഒരു ദൈവത്തെയുമല്ല എന്ന്. വളരെ ഒരു ജീവിതം കഴിഞ്ഞതിലെ ദേഷ്യം മൂത്ത് അന്ന് ആ പൂജാരി ചെയ്തത് ആ ദൈവവിഗ്രഹത്തിലെ പട്ടും ആഭരണങ്ങളും വിഗ്രഹത്തിന് മുമ്പിലിട്ട് കത്തിച്ചു. ഇന്ന് ആ കഥ എഴുതാൻ പറ്റില്ല, ഇന്ന് എഴുതിയാൽ ഏറ്റവും വലിയ വിപ്ലവം നടക്കും. അതിട്ട് എടുത്ത് കത്തിച്ചു. എന്നിട്ട് ആ ആഭരണങ്ങളും അവിടെ ഉണ്ടായിരുന്ന സമ്പത്തും അതിൻ്റെ മുന്നിൽ ഭിക്ഷയ്ക്കിരിക്കുന്ന മനുഷ്യർക്കൊക്കെ എടുത്തു കൊടുത്തു. അപ്പോഴേക്കും ക്ഷേത്രാധികാരികൾ വന്നു, ഇയാളെ ഭ്രാന്തനാണെന്ന് പറഞ്ഞ് ക്ഷേത്രത്തിൽ നിന്നും ആട്ടി ഓടിച്ചു. ആ കഥയുടെ അവസാനം ഈ പൂജാരി മുൻപിലിരിക്കുന്ന പല ദരിദ്രരുടെയും കരയുന്ന മനുഷ്യരുടെയും കണ്ണുനീർ തുടച്ചുകൊണ്ടിരിക്കുന്നതിലാണ് ആ കഥ അവസാനിപ്പിക്കുന്നത്. അതിൽ ഒരു വാചകമാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. നമ്മുടെ ജീവിതത്തിലെ ഒരു ഐഹിക സുഖവും ഒരു ദൈവത്തിനും നമുക്ക് തരാനാകില്ല, ഒരു മനുഷ്യന് മാത്രമേ മറ്റൊരു മനുഷ്യന് നൽകാനാവൂ. നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് മറ്റൊരു മനുഷ്യന് തന്നെയല്ലേ എന്ന് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങോട്ട് വരുന്നതിന് മുൻപ് ഞാൻ ഇവിടെ ശ്യാമുമായി കുറച്ചു നേരം സംസാരിച്ചിരുന്നു. അപ്പോൾ ധാർമ്മികതയെ കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. നമ്മളൊക്കെ എല്ലാവരോടും മൂല്യങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. മൂല്യങ്ങൾ കാലത്തിനനുസരിച്ചും സ്ഥലത്തിനനുസരിച്ചും വ്യത്യാസപ്പെട്ടിരിക്കും. എങ്ങനെയാണ് നമ്മൾ മൂത്തവരെ നമ്മൾ അഭിനന്ദനം അർപ്പിക്കുന്നത്, എങ്ങനെയാണ് നമ്മളുടെ വേഷം, ഇതെല്ലാം നമ്മൾ സ്ഥലമനുസരിച്ചും കാലമനുസരിച്ചും 100 വർഷം മുമ്പ് ജീവിച്ച രീതിയിലല്ല ഇന്ന് ജീവിക്കുന്നത്. ഒരു വേഷമായാൽ പോലും 100 വർഷം മുമ്പ് ഒരു സ്ത്രീ ഉപയോഗിച്ചിരുന്നത് കുഴപ്പമില്ല എന്ന് പറയുന്നതല്ല ഇന്നത്തെ വേഷം. ഇവിടെ തന്നെ കൊച്ചിയിലുള്ള സംവിധാനങ്ങളല്ല, അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കുന്ന രീതിയല്ല ബോംബെയില്, അല്ലെങ്കിൽ വേറൊരു രീതിയാണ് ഗ്രാമത്തിൽ. ഇതൊക്കെ വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. പക്ഷെ ധാർമ്മികത എന്ന് പറയുന്നത് ഏത് കാലത്തും ഏത് ദേശത്തും ഒന്നാണ്. അതെന്താണെന്ന് വെച്ചാൽ അത് ഒരാളെ ചതിക്കുന്നത്, ഒരാളെ കൊല്ലുന്നത്, ഒരാളെ മോശമായി സ്വന്തം കാര്യത്തിന് ഉപയോഗിക്കുന്നത്, ഇതൊക്കെ ഏത് കാലത്താണെങ്കിലും ഏത് ദേശത്താണെങ്കിലും അത് തെറ്റാണ്. അപ്പൊ ധാർമ്മികതയിൽ ഒരു വ്യത്യാസവും ഒരിക്കലും വരില്ല. ആ ധാർമ്മികതയാണ് നമ്മൾ പുതിയ തലമുറയെ മനസ്സിലാക്കി കൊടുക്കേണ്ടത്. എങ്ങനെ പഠിപ്പിക്കേണ്ടതെന്ന് ഞാൻ പറയില്ല, നമ്മുടെ ജീവിതത്തിൽ കൂടി മനസ്സിലാക്കി കൊടുക്കേണ്ടത്. അതുകൂടാതെ വേറെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഇരുന്ന് പ്രസംഗങ്ങൾ കേട്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ കൃഷ്ണ സാർ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിലുള്ളതുപോലെ മതത്തിലും ഈ പറയുന്ന സനാതനധർമ്മം ഉൾക്കൊള്ളുന്ന മതസമൂഹങ്ങളിലും ഈ അധികാര ശ്രേണികളുണ്ട്. അതുകൊണ്ടാണ് ഒരു ആശ്രമം നടത്തുന്നതിൽ ഒരു പ്രധാന സന്യാസി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വളരെ പേര് കേട്ട ഒരു ഗുരുതുല്യനായ ഒരു സന്യാസി ഉണ്ടാവും. അദ്ദേഹത്തിനാണ് ശപിക്കാനും അല്ലെങ്കിൽ വലിയ പ്രത്യേകതയുള്ള ആയുധങ്ങൾ ഉപയോഗിക്കാനും ഒക്കെയുള്ള കഴിവുള്ളത്. കൂടെ കുറച്ച് അസിസ്റ്റന്റ്മാർ അവർക്കും ഉണ്ടാവും, അവർക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ കഴിവുകൾ കൊടുത്തിരിക്കും. പിന്നെ കുറേ അനുയായികൾ ഉണ്ടാവും. ഇത് ശരിക്കും മറ്റ് വ്യവസ്ഥകളിൽ ഉള്ളതുപോലെ തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ ഇത് എല്ലാം മറന്ന് എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്വീകരിക്കുന്ന, എല്ലാവരെയും ഒരൊറ്റ വലയത്തിൽ പിടിച്ചിരിക്കുന്ന ഒരു സംവിധാനമാണെന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതിനുള്ളിലും
ഇത്തരം ഘടനകളില്ലേ? ഞാനിതൊക്കെ ആലോചിച്ചത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പറയുന്നില്ല സനാതനധർമ്മം മാനവിക ധർമ്മമാണോ അല്ലയോ എന്നല്ല ഞാൻ പറയുന്നത്. ആണോ അല്ലയോ എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അതൊരു പക്ഷേ ആര് പറഞ്ഞാലും, ആരുടെ പുസ്തകങ്ങൾ വായിച്ചാലും, എത്രമാത്രം അറിഞ്ഞാലും, നിങ്ങളുടെ ജീവിതം എന്ന ഉരകല്ലിലിട്ട് ഉരച്ചു നോക്കുമ്പോൾ കിട്ടുന്ന ഉത്തരമേ നിങ്ങൾക്ക് അത് ഓക്കെ ആവുള്ളൂ. വേറെ എത്ര വേണമെങ്കിൽ പ്രസംഗിക്കാം. അപ്പോൾ ഈ കേൾക്കുന്ന കാര്യം നമ്മുടെ സ്വന്തം അനുഭവം വെച്ച് നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ വേണമെങ്കിൽ പറയാം. എനിക്ക് തോന്നുന്നു സനാതനധർമ്മ വിമർശനാത്മകമല്ല, വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു വിചാരം എങ്ങനെയോ കടന്നുകൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വ്യക്തി എന്ന നിലയിലും എന്ന് മുതൽ ഞാനാണ് ഏറ്റവും ഉത്തമമായ ആള് എന്ന് തോന്നുന്നോ അന്ന് വളർച്ച നിൽക്കും. അന്ന് കുറച്ചുകൂടെ ബെറ്റർ ആവാനുള്ള എല്ലാ വഴികളും അടയും. അതുപോലെ തന്നെ ഒരു സ്ഥാപനവും അങ്ങനെയാണ്. ഇതാണ് ഈ ഒരു സ്ഥാപനമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ തീർച്ചയായിട്ടും അതിൻ്റെ അവസാനമാണ്. അങ്ങനെ എല്ലാം എവിടെയാണോ എനിക്കെന്താണ് തെറ്റുപറ്റിയത് എന്ന് സ്വയം വിമർശിക്കുന്നത്, മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത്, അവർ പറയുന്നതിൽ ന്യായമുണ്ടോ എന്ന് ആലോചിക്കുന്നത്, അവിടെ നമ്മൾ കറക്റ്റ് ചെയ്യുന്നത്, അതാണ് മുന്നോട്ട് പോകുന്നത്. അല്ലെങ്കിൽ അതാണ് മനുഷ്യർക്ക് ഗുണമാകുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒട്ടും വിമർശിക്കാൻ പാടില്ലാത്ത, ക്രിട്ടിക്കലേ ആവാൻ പാടില്ലാത്ത ഒരു സംവിധാനത്തിൽ നിന്നുകൊണ്ട് ആ സംവിധാനം മനുഷ്യ നന്മയ്ക്കാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഒരു ബുദ്ധിമുട്ടാണ് എന്നാണ് ഞാൻ പറയാൻ വന്നത്. ഒരുപാട് മറ്റു കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. എനിക്ക് തോന്നുന്നു അരമണിക്കൂറായി എന്ന് തോന്നുന്നല്ലേ. അപ്പോൾ സമയമായി. ഇനി ഒരു അവസരത്തിൽ വന്ന് കൂടുതൽ കാര്യങ്ങൾ സംസാരിക്കാമെന്ന് കരുതുന്നു. എന്നെ ഇവിടെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. ചില കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി കെ കൃഷ്ണദാസ് ഉന്നയിച്ച വിഷയങ്ങൾക്ക് കൂടുതൽ സ്പഷ്ടത വേണ്ടതുണ്ട്. അതുകൊണ്ട് അക്കാര്യങ്ങൾ വ്യക്തമാക്കുന്നതിന് വേണ്ടി സുനിൽ മാഷിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സമയക്കുറവുകൊണ്ട് പല കാര്യങ്ങളും വേണ്ട പോലെ നമുക്ക് വിശദീകരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. 2 കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ബാക്കി പ്രധാനപ്പെട്ട കാര്യങ്ങളോട് അതിൻ്റെ വിശദീകരണം ശ്യാം ഇവിടെ നൽകിയിട്ടുണ്ട്. കൃഷ്ണദാസ് സംസാരിച്ച സമയത്ത് നാരായണ ഗുരുവിൻ്റെ ധർമ്മം സനാതനധർമ്മം തന്നെയാണ് എന്ന് പറയുണ്ടായി. വാസ്തവത്തിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നാരായണ ഗുരു സനാതനധർമ്മം എന്ന വാക്കും സനാതനങ്ങളായ തത്വങ്ങൾ, സനാതനങ്ങളായ സത്യങ്ങൾ എന്ന പ്രയോഗവും നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അങ്ങനെ ആയിരിക്കെ തന്നെ ഗുരു അത് മുമ്പോട്ട് വയ്ക്കുന്ന ആശയവും ആ വാക്കിൽ സൂചിതമാകുന്ന ആശയവും സനാതനധർമ്മമെന്ന് കൃഷ്ണദാസും ഹൈന്ദവ രാഷ്ട്രീയക്കാരും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന, ബ്രാഹ്മണവാദികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയവും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. ഇത് സ്ഥിരമായി ഉപയോഗിക്കുന്ന ഒരു ഒരു തന്ത്രമാണ്. ഞാൻ അതുകൊണ്ടാണ് ഈ വാക്കിൻ്റെ ഭിന്ന ഭിന്നങ്ങളായ തലങ്ങളും ഓരോ ഘട്ടത്തിൽ അതിന് ഒന്ന് അർത്ഥപരിണാമവും ആദ്യമേ തന്നെ വിശദീകരിച്ചത്. ബൗദ്ധ പാരമ്പര്യത്തിൽ അതെന്തായിരുന്നു, വൈദിക ബ്രാഹ്മണ പാരമ്പര്യത്തിൽ അതെന്തായിരുന്നു, ഗുരുവിൽ എന്തായിരുന്നു, 19-ാം നൂറ്റാണ്ടിലെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ എന്തായിരുന്നു. ഈ 4 കാര്യങ്ങളും ഞാൻ വേറിട്ട് വിശദീകരിക്കാൻ ശ്രമിച്ചത് ഇത് കൂട്ടിക്കുഴച്ച് തങ്ങളുടെ ആശയത്തിനുള്ളൊരു മറയായിട്ട് ഗുരുവിനെയും ബുദ്ധനെയും ഒക്കെ ഉപയോഗിക്കുന്ന രീതി ഹിന്ദുത്വ രാഷ്ട്രീയം കാലങ്ങളായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് എന്നതുകൊണ്ടാണ്. അതിപ്പോഴും തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. വാസ്തവത്തിൽ ഗുരുവിൻ്റെ ധർമ്മസങ്കല്പം, ഞാൻ അത് വീണ്ടും ആവർത്തിക്കുന്നില്ല. ഗുരു സനാതന ധർമ്മം എന്ന വാക്ക് ഉപയോഗിക്കുന്നതും സനാതനങ്ങളായ തത്വങ്ങൾ എന്ന വാക്ക് ഉപയോഗിക്കുന്നതും വൈദിക സാഹിത്യമോ ബ്രാഹ്മണ വ്യവഹാരമോ ഉദ്ദേശിക്കുന്ന അർത്ഥത്തിലേ അല്ല, എന്ന് മാത്രമല്ല അതിൻ്റെ വിപരീത അർത്ഥത്തിലാണ്.
ഇപ്പൊ ഗുണകർമ്മ വിഭാഗങ്ങൾ എന്ന് ചാതുർവർണ്ണ്യത്തെ കുറിച്ച് പറയുന്നു. അത് ശ്യാമിയുടെ വിശദീകരിച്ചു. ഗുണകർമ്മങ്ങൾക്ക് ചിരസ്ഥായിത്വം ഇല്ല എന്നിരിക്കെ ഗുണകർമ്മം അനുസരിച്ച് ഒരാൾക്ക് എങ്ങനെയാണ് ഒരേ സ്ഥാനത്ത് തുടരാൻ കഴിയുക എന്ന് ഗുരു ആ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ട്. വാസ്തവത്തിൽ ഗാന്ധി അടക്കമുള്ള, ശ്രീരാമകൃഷ്ണ പരമഹംസരടക്കമുള്ള ഇന്ത്യയിലെ ആളുകൾ ചാതുർവർണ്ണ്യത്തെ ഒരു അടിസ്ഥാന തത്വമായി സ്വീകരിച്ചപ്പോൾ അതിനെ ചലഞ്ച് ചെയ്ത ഒരേ ഒരാൾ ഗുരുവാണ്. നാരായണ ഗുരു ഖണ്ഡിതമായി ചാതുർവർണ്ണ്യം എന്ന ആശയത്തെ വെല്ലുവിളിക്കുകയും വലിയ ആക്രോശത്തോടെയൊന്നുമല്ല, സൗമ്യമായിട്ടാണ്. പക്ഷെ അടിസ്ഥാന ആശയത്തെ ഗുരു ചലഞ്ച് ചെയ്തിട്ടുണ്ട്. ഗുരു പറഞ്ഞത് ഗുണകർമ്മങ്ങളാണെങ്കിൽ ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വമുണ്ടോ? ഒരാൾ എല്ലായ്പ്പോഴും ഒരേ പ്രവൃത്തിയിൽ തന്നെ മുഴുകി ഒരേ മൂല്യത്തിൽ തന്നെയാണോ ജീവിക്കുന്നത്? അല്ലല്ലോ. അയാൾ മാറിക്കൊണ്ടിരിക്കുമല്ലോ. വിജ്ഞാനാർജനത്തിൽ ഏർപ്പെടുന്നുണ്ടാവും, മറ്റു പ്രവൃത്തികളിൽ ഏർപ്പെടുന്നുണ്ടാവും, കച്ചവടത്തിൽ ഏർപ്പെടുന്നുണ്ടാവും. ഇവര് പറയുന്ന ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര പ്രവൃത്തികളിൽ ഒരാൾ മാറി മാറി ഏർപ്പെടുന്നുണ്ടാവും ജീവിതത്തിൽ. എന്നിരിക്കെ എങ്ങനെയാണ് ഗുണകർമ്മങ്ങൾക്ക് സ്ഥിരത്വം നൽകാൻ കഴിയുക? ആ സ്ഥിരതയുടെ അടിസ്ഥാനത്തിൽ വർണ്ണം ശരിയാണ്, വർണ്ണം തിഥ്യമാണ് എന്ന് എങ്ങനെയാണ് കരുതാൻ കഴിയുക? ഇത് ഗുരു ചോദിച്ച ചോദ്യമാണ്. അതുകൊണ്ട് ഗുരു അടിസ്ഥാനപരമായി എന്താ പറയാ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വർണ്ണധർമ്മത്തിന്റെ മൂല്യങ്ങൾ തകർന്ന് അതിൽ ജാതി കടന്നു കയറി എന്തോ തകരാറുണ്ടായി എന്ന് കരുതുന്ന പരിഷ്കരണ നിലപാടല്ല ഗുരു എടുത്തത്. ഗുരു കൈക്കൊണ്ടത് വർണ്ണധർമ്മമേ തെറ്റാണ്. ഒരുപക്ഷെ ആ നിലയിൽ ഒരു നിലപാടെടുത്ത മിക്കവാറും ഒരേ ഒരു സന്യാസി ഗുരു മാത്രമാണ്. ബാക്കിയുള്ളവർ പരിഷ്കരണപരമായ നിലപാടെടുത്തപ്പോൾ വർണ്ണധർമ്മം അടിസ്ഥാനപരമായി തെറ്റാണ് എന്ന് തന്നെയാണ് ഗുരു പറഞ്ഞത്. അക്കാര്യത്തിൽ ഗാന്ധിയോട് വിയോജിക്കാനും ഗുരുവിന് ഒരു മടിയും ഉണ്ടായിട്ടില്ല. ഇതാണ് ഒന്നാമത്തെ കാര്യം. അതുകൊണ്ട് ഗുരുവിനെ ഈ സനാതനം എന്ന് വിളിക്കുന്ന വർണ്ണധർമ്മത്തോടോ വൈദികമായ സനാതന ധർമ്മസങ്കല്പത്തോടോ അല്ലെങ്കിൽ നിലനിന്ന ജാതി വ്യവസ്ഥാ ബന്ധങ്ങളോടോ ഒക്കെ സമീകരിക്കാനുള്ള ഏത് ശ്രമവും ഏറ്റവും ലളിതമായ ഭാഷയിൽ പറഞ്ഞാൽ ഗുരുനിന്ദയാണ്, ഗുരുവിനെ വളച്ചൊടിക്കലാണ്. അത് ചെയ്യാൻ പാടില്ല. അവനവന്റെ ആവശ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇപ്പൊ ഞാനിത് എന്തുകൊണ്ടാണ് പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുരു സനാതന ധർമ്മം എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് എന്നിരിക്കെ അങ്ങനെ ഇല്ല എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതുണ്ട്. പക്ഷെ ഉണ്ട് എന്ന് പറയുന്നതിന്റെ അർത്ഥം വൈദിക പാരമ്പര്യവും ബ്രാഹ്മണ്യവും കെട്ടിച്ചമച്ചു കൊണ്ടുവന്ന ജാതിധർമ്മത്തെയും ഇതിന്റെ നാനാതരത്തിലുള്ള ആചാര രൂപങ്ങളെയും ഗുരു അംഗീകരിച്ചിരുന്നു എന്നല്ല, നിശ്ചയമായിട്ടുമല്ല. ബൗദ്ധ പാരമ്പര്യത്തിൽ സനാതനോ ധർമ്മ എന്ന പ്രയോഗം ഉണ്ടെന്നുള്ളതിന്റെ അർത്ഥം ബൗദ്ധ പാരമ്പര്യത്തിലെ സനാതന ധർമ്മം എന്ന സങ്കല്പത്തെ ബ്രാഹ്മണ്യം കൊണ്ടു നടക്കുന്നു എന്നുമല്ല. ഇതെല്ലാം ഭിന്നങ്ങളായ കാര്യങ്ങളാണ്. വാക്കിന്റെ മറവറ്റി നിന്ന് തങ്ങളുടെ സഹസ്രാബ്ദങ്ങൾ നീണ്ട ജാതി ഹിംസയുടെ ചരിത്രത്തെ മറച്ചു പിടിക്കാം എന്ന് കരുതുന്നത് ശരിയായ ഒരു കാര്യമേ അല്ല. അതാണ് വാസ്തവത്തിൽ ഇപ്പൊ ചെയ്യുന്നത്. അത് അടിസ്ഥാന വസ്തുതകളെ മുൻനിർത്തി സംസാരിക്കാതിരിക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു പ്രശ്നമായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. രണ്ടാമത്തെ ഒരു കാര്യം, വേദങ്ങൾ. ഞാനതുകൊണ്ട് ഗുരു സനാതന ധർമ്മിയാണ് എന്ന ഒരു നിലപാട് അദ്ദേഹം ഗുരുവിന്റെ അക്കൗണ്ടിലൂടെ സ്ഥാപിക്കാൻ ശ്രമിച്ചതിലെ ഈ ഒരു അടിസ്ഥാന വൈരുദ്ധ്യത്തെ അദ്ദേഹം തന്നെ വർണ്ണധർമ്മം എന്നതിലാണ് ഈ വിഭജനത്തിന്റെ അടിസ്ഥാനമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഗുരു വർണ്ണധർമ്മത്തെ കുറിച്ച് കൈക്കൊണ്ട നിലപാട് കൂടുതൽ കൃത്യമായിട്ട് പറയാൻ ശ്രമിച്ചത്. ആദ്യത്തെ അവതരണത്തിൽ ഞാനത് വേണ്ട പോലെ വിശദീകരിക്കാൻ സമയം കിട്ടിയിരുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം, വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനം എന്ന് വൈദിക സാഹിത്യം പറയുമ്പോൾ, ബ്രാഹ്മണ പാരമ്പര്യം പറയുമ്പോൾ ഈ വേദത്തിൽ തന്നെയാണ് വർണ്ണവിഭജനത്തിന്റെയും ജാതിബന്ധങ്ങളുടെയും വേര്. അതുകൊണ്ട് വേദങ്ങളാണ് സനാതനത്വത്തിന്റെ അടിസ്ഥാനമെങ്കിൽ ആ സനാതനം സംശയരഹിതമായിട്ടും ജാതി വർണ്ണ വ്യവസ്ഥയാണ്. ഇതിനെ എതിർക്കാനാണ് ഗുരു ശ്രമിച്ചത്. ഒരർത്ഥത്തിൽ പല പരിഷ്കരണവാദികളും ശ്രമിച്ചത്. ഈ പരിഷ്കരണവാദ ശ്രമങ്ങൾക്കെതിരെയാണ് 19-ാം നൂറ്റാണ്ടിൽ ചിത്പാവൻ ബ്രാഹ്മണരടക്കമുള്ള യാഥാസ്ഥിതികർ സനാതനികൾ എന്ന പേരിൽ സ്വയം രംഗത്തെത്തുകയും ഈ പരിഷ്കരണ ശ്രമങ്ങൾക്കെതിരെ നിലകൊള്ളുകയും ചെയ്യുന്നത്. ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട ഒരാളായിരുന്നു നാഥുറാം വിനായക് ഗോഡ്സെ. ആ സനാതനികളുടെ പാരമ്പര്യത്തിൽപ്പെട്ട മറ്റൊരാളായിരുന്നു സവർക്കർ.
അതുകൊണ്ട് ഈ സനാതനം എന്നത് ഇന്ത്യയിൽ എന്തായിട്ടാണ് ആധുനിക കാലത്ത് പ്രവർത്തിച്ചത് എന്നതിൻ്റെ രണ്ട് പ്രകടമായ ഉത്തരങ്ങളാണ്, ഒന്ന് ഗോഡ്സെയും ഒന്ന് സവർക്കറും. അതിൻ്റെ ബാക്കി ഞാനിപ്പോൾ വിശദീകരിക്കാൻ മുതിരുന്നില്ല. എന്താണ് സനാതനം? അതുകൊണ്ട് ഈ സനാതനം എന്ന ആ സങ്കല്പത്തെ, ആ വാക്കിന്റെ പ്രാഥമിക അർത്ഥം എടുത്തു കഴിഞ്ഞാൽ എറ്റേണൽ എന്നാണ്. പക്ഷെ എറ്റേണൽ എന്നുള്ളതിൽ നിന്ന് ട്രഡീഷണൽ എന്നതിലേക്ക് ആ സങ്കല്പത്തെ 19-ാം നൂറ്റാണ്ടിൽ സനാതനികൾ തന്നെ മാറ്റി. മറിച്ച് വൈദിക സാഹിത്യം എടുത്താൽ, അത് വേദങ്ങൾ മുതൽ ഇങ്ങോട്ടുള്ള വൈദിക സാഹിത്യം എടുത്താൽ, സനാതനമെന്ന് ഇവർ വാദിച്ചു പോരുന്ന പ്രമാണങ്ങളുടെ അടിസ്ഥാനം വർണ്ണവിഭജനമാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ വിഭജനത്തെ നിലനിർത്തുക എന്നതാണ് ഗീത പറയുന്നത്. നേരത്തെ ഇവിടെ ശ്യാം ഉദ്ധരിച്ച ഭാഗവത പുരാണത്തിലോ മനുസ്മൃതിയിലോ മഹാഭാരതത്തിലോ ഒക്കെ ഈ ജാതി വർണ്ണ ബന്ധങ്ങളുടെ ഒരു സംഗ്രഹിതമായ ജീവിത വ്യവസ്ഥയെ സനാതന ധർമ്മം എന്ന് പറയുന്നു. എന്ന് മാത്രമല്ല, ഗുണകർമ്മങ്ങൾക്കനുസരിച്ചാണ് എന്ന് ഭഗവത്ഗീതയിൽ ഒരു സൂചന ഉണ്ടെങ്കിലും പിന്നീടുള്ള എല്ലാ വ്യാഖ്യാനങ്ങളിലും ഗുണകർമ്മങ്ങളല്ല ജന്മകർമ്മങ്ങളാണ് ഈ വർണ്ണത്തിന്റെ ആധാരം എന്നത് ഉറപ്പിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഗീത തന്നെയും ഗുണകർമ്മം എന്നൊരിടത്ത് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ഞാൻ ഉദ്ധരിച്ച ഗുണകർമ്മം സ്വധർമ്മോ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ പരധർമ്മം സ്വധർമ്മം എന്നതൊക്കെ അതത് വിഭാഗങ്ങൾക്ക് നൽകപ്പെട്ടിട്ടുള്ള ജാതിധർമ്മങ്ങൾ എന്ന അർത്ഥത്തിൽ തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ആദിമഘട്ടത്തിലെ ബൗദ്ധ സൂചനയിലോ പിൽക്കാലത്ത് 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും ഗുരു നൽകിയ സൂചനകളിലോ ഉള്ള ശാശ്വത മൂല്യങ്ങൾ എന്നർത്ഥം. ശാശ്വത മൂല്യങ്ങൾ എന്നത് ഗുരു മതത്തെ സംബന്ധിച്ച് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച സവിശേഷമായ ഒരു വീക്ഷണമാണ്. വേറെ ഏതെങ്കിലും ഒരു മതചിന്തകൻ ആ നിലയിൽ മതത്തെ സമീപിച്ചിട്ടുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം മതത്തെ അതിൻ്റെ ആചാരങ്ങളായിട്ടോ സ്ഥാപന രൂപങ്ങളായിട്ടോ പൗരോഹിത്യ ക്രമങ്ങളായിട്ടോ ഒന്നുമല്ല ഗുരു കാണുന്നത്. അതൊക്കെ വന്നു പോകുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഗുരുവിന്റെ തന്നെ പ്രഖ്യാതമായ ഒരു വാക്യം, ഹിന്ദുമതം എന്നൊരു മതമേ ഇല്ലല്ലോ. അത് ഹിന്ദുമതത്തിന് മാത്രം ബാധകമായ കാര്യമല്ല. എല്ലാ മതങ്ങളും ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ ഉണ്ടായി വരുന്നു. അവ പലതരത്തിൽ കൂടിക്കൊഴയുന്നു, പരിണാമ വിധേയമാകുന്നു. അതിലാളുകൾ വിശ്വസിക്കുന്നതിനോടൊന്നും ഗുരു എതിർപ്പ് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനെ മതമായി കാണരുത്. മതത്തിന്റെ കാതൽ അതൊന്നുമല്ല. മതത്തിന്റെ കാതലായിട്ടുള്ളത് മതങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്ന നൈതിക മൂല്യങ്ങളാണ്, ധാർമ്മിക തത്വങ്ങളാണ്. അത് സ്നേഹ സാഹോദര്യവും കരുണയും ഏകവും പോലുള്ള മൂല്യങ്ങളാണ്. ഈ മൂല്യങ്ങളിൽ വേണം മതം നിലനിൽക്കാൻ. അവിടെ ഗുരു പറയുന്ന ഒരു വാക്യം കൂടി ഓർക്കേണ്ടതുണ്ട്: മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല. മതം എന്ന് അദ്ദേഹം പിന്നെ ചോദിക്കുന്നത് ബുദ്ധമതം ഉണ്ടായിട്ടാണോ ബുദ്ധൻ ഉണ്ടായത് എന്നാണ്. ബുദ്ധൻ ഉണ്ടായത് ബുദ്ധമതം ഉണ്ടായിട്ടല്ല, മറിച്ച് ബുദ്ധനിൽ നിന്നാണ് ബുദ്ധമതം ഉണ്ടാകുന്നത്. മതം അറിഞ്ഞവന് മതം പ്രമാണമല്ല. എന്നിരിക്കെ ഹിന്ദുത്വത്തിന്റെ രാഷ്ട്രീയ യുക്തിയുടെ ഒരു മറയായി സനാതനധർമ്മം എന്ന വാക്കിനെ ഉയർത്തിക്കൊണ്ടുവരികയും, വാസ്തവത്തിൽ അങ്ങനെ ഒരു വാക്ക് ഉയർന്നു വന്നതിന് ഞാൻ ഈ പറഞ്ഞൊരു പ്രേരണയുണ്ട്. ഹിന്ദു എന്ന വാക്ക് തന്നെ പേർഷ്യൻ വാക്കാണ് എന്നിരിക്കെ ഹിന്ദുമതം ഹിന്ദുധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ആ വാക്ക് തന്നെ വൈദേശികമാണ് എന്നതിൻ്റെ ഒരു ജാല്യം കൂടി പരിഹരിക്കാനാണ് സനാതനം എന്ന വാക്ക് 19-ാം നൂറ്റാണ്ടിൽ ഒരു വിഭാഗം ഉപയോഗിക്കാൻ തുടങ്ങിയത്. പിന്നെ ഹിന്ദുമതത്തിനകത്തുള്ള ജാതി ബന്ധങ്ങളും പല തട്ടുകളായുള്ള തിരിവുകളും ഒക്കെ അവസാനിപ്പിച്ച് ഏകീകൃതമായ ഒരു സംഘടിത മതമാക്കി ഹിന്ദുമതത്തെ മാറ്റണമെന്ന് ആഗ്രഹിച്ചവരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇങ്ങനെ പല കാരണങ്ങൾ, പരിഷ്കരണപരമായ ശ്രമങ്ങൾക്കെതിരെ പാരമ്പര്യത്തെ ഉറപ്പിച്ചു നിർത്തണമെന്ന് കരുതിയ യാഥാസ്ഥിതികരും സനാതനം എന്ന വാക്ക് ഉപയോഗിക്കാൻ തുടങ്ങി. ഇതൊന്നുമല്ല ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത്. ഗുരുവിന്റെ സനാതന സങ്കല്പത്തിലുള്ളത് മനുഷ്യവംശം നിലനിൽക്കുന്നിടത്തോളം കാലം നിലനിൽക്കാൻ യോഗ്യമായ ചില അടിസ്ഥാന മൂല്യങ്ങളെ മതത്തിൽ കാണാമെന്നും മതങ്ങളിൽ കാണാമെന്നും ആ മൂല്യങ്ങളാണ് എറ്റേണൽ വാല്യൂസ് എന്നുമാണ് ഗുരു പറയാൻ ശ്രമിച്ചത്. അത്
ഹിന്ദുത്വം മുമ്പോട്ട് വയ്ക്കുന്ന സനാതനധർമ്മത്തിൽ നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. അതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ ശ്യാമിയുടെ ഉദ്ധരണികളിൽ പറഞ്ഞു. അത് ശൂദ്രനെ, ചണ്ടാളനെ സഞ്ചരിക്കുന്ന പട്ടടയായി കാണുന്ന, അല്ലെങ്കിൽ ശൂദ്രനെ വേദം ഉരുവിടുന്ന, വേദം കേൾക്കുന്ന ശൂദ്രനെ പീഡിപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന, ആശാന്റെ ഭാഷയിൽ പറഞ്ഞാൽ തരുണീ പാദജ ഗർഹിണി ശ്രുതി, സ്ത്രീയെയും അതുപോലെ ശൂദ്രരെയും നിന്ദ്യ വസ്തുക്കളായി കാണുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ ഒരു മറുപേരായിട്ടാണ് സനാതനധർമ്മം എന്ന വാക്ക് നമ്മുടെ പൊതുവ്യവഹാരത്തിൽ നിന്നത്. ഗുരുവിൻ്റെ മറ കൊണ്ടോ ബൗദ്ധമായ മറ കൊണ്ടോ അതില്ലാതാക്കി ഇത് ഏകലോക സാഹോദര്യത്തിൻ്റെ എന്തോ തത്വമാണ് എന്നൊക്കെ പറഞ്ഞാൽ വിടായി പറയാന്നല്ലാതെ വാസ്തവത്തിൽ ചരിത്രത്തിൽ അതിനൊന്നും യാതൊരു തെളിവുകളും ഇല്ല. അതുകൊണ്ട് നമുക്ക് ഞാൻ ഈ വാക്ക് ആരും ഉപയോഗിച്ചുകൂടാ എന്നൊന്നും വിധിക്കുകയല്ല. ഒരാൾ ആ വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിച്ചോട്ടെ, പക്ഷെ ആ വാക്കിൽ അടങ്ങിയിട്ടുള്ളത് ഈ വസ്തുതയാണ് എന്ന കാര്യം മനസ്സിലാക്കണം. അത് ഗുരു ഉപയോഗിച്ചത് വേറൊരു അർത്ഥത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കണം. വാക്കിന്റെ മറവറ്റി നിന്ന് ഒളിയുദ്ധം നടത്തരുത് എന്നതുകൊണ്ടാണ് ഞാൻ ഈ 3 ഘട്ടങ്ങളിൽ ഈ വാക്ക് ഏതേത് പ്രതലങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന് കൂടുതലായി വിശദീകരിക്കാനായിട്ട് ശ്രമിച്ചത്. മറ്റു കാര്യങ്ങൾ ശ്യാം ഇവിടെ ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് 8:30 ട്രെയിൻ പോകും. ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുള്ളത് മരിച്ചാലും മരിച്ചില്ലെങ്കിലും 5 മണിക്ക് ശവം കൊടുക്കുന്നതാണ്. അതുപോലെ ഇത് ചർച്ച ചെയ്ത് തീർന്നാലും ഇല്ലെങ്കിലും 8:30 പോകണം എന്നുള്ളത് കൊണ്ട് ബാക്കി ഉത്തരങ്ങളൊക്കെ ശ്യാം അതുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടെങ്കിൽ പറയും. എന്തായാലും ഇങ്ങനെ ഒരു ആലോചനയ്ക്ക് അവസരം ഉണ്ടായത് നന്നായി എന്ന സന്തോഷം പങ്കുവയ്ക്കുന്നു. കൂടുതൽ വിശദമായി ആലോചിക്കേണ്ട ധാരാളം കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതിനുള്ള സന്ദർഭം പിന്നീട് എപ്പോഴെങ്കിലും വരുമെന്ന് കരുതുന്നു. നടന്ന സെമിനാറുകളിൽ ഏറ്റവും അർത്ഥവത്തായ ഒരു സെമിനാർ തന്നെയാണ് ഇന്നിവിടെ പൂർണ്ണമാകുന്നത്. അവസാനിക്കുന്നത് വരെ അതിൽ പങ്കാളികളായിരിക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കാണിച്ച സന്മനസ്സിന് നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഇതിനോട് സഹകരിച്ച എല്ലാവരെയും സെമിനാർ കമ്മിറ്റിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്തുകൊണ്ട് 27-ാം തീയതി നടക്കുന്ന സെമിനാർ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, രാജ്യം നേരിട്ടുകൊണ്ടിരിക്കുന്ന പഠന സംവിധാനത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരായിട്ടുള്ള പ്രഭാഷണമാണ് അത് നടക്കുന്നത്. മുൻ ചീഫ് ജസ്റ്റിസും സുപ്രീം കോടതി മുൻ ജഡ്ജിയും ആയിട്ടുള്ള ചെലമേശ്വറാണ് അതിൽ പങ്കെടുക്കാനായി എത്തുന്നത്. 27-ാം തീയതിയും എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ സെമിനാർ നടപടികൾ അവസാനിച്ചതായി അറിയിക്കാം.